നിർത്തുന്നത് അടുത്തത് പറയാനായിരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാപിച്ച സന്തോഷം ഈ ഹല്ലേലൂയ തിരിച്ചറിയണം. നിങ്ങൾ പ്രാപിച്ച അനുഭവം ഇപ്പോൾ തിരിച്ചറിയണം. നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചെന്ന് ലോകം അറിയുന്നത് ഇപ്പോൾ നിങ്ങൾ ആരാധിക്കുമ്പോഴാ. ഇപ്പോൾ നിങ്ങളുടെ മേൽ വ്യാപരിക്കും ദൈവശക്തി കാണുമ്പോൾ പിശാച് അറിയണം ഇവർ അനുഗ്രഹം പ്രാപിച്ചവരാണ്. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിന്റെ സ്പർശനം അനുഭവിച്ചവർ അടങ്ങിയിരിക്കുകയില്ല. ഒരു ദൈവശക്തി ഒഴുകി വരുന്ന കടൽ പോലെ, തടഞ്ഞു നിർത്താൻ കഴിയാത്ത ഒരു ഉരുളുപൊട്ടൽ പോലെ ഇപ്പോൾ ദൈവാത്മാവിന്റെ വ്യാപാരം ശരീരങ്ങളിൽ വ്യാപരിക്കട്ടെ. യെസ് 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 യെസ്. ഓ ശിമനബസന്തൽകൗശലബസ്. ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ വ്യക്തമായ സ്പർശനം അനുഭവിക്കാൻ ആത്മാർത്ഥമായ ഒരു ആഗ്രഹം നമ്മുടെ അകത്തളത്തിലുണ്ടാകും. അവർണ്ണനീയവും അഗോചരവും അപ്രമേയത്വം തുളുമ്പി നിൽക്കുന്നതും ആഴമേറിയതുമായ ദൈവത്തിൻ്റെ ആലോചനയുടെ ആഴങ്ങൾ കഴിഞ്ഞ നാളുകളിൽ തൻ്റെ ഭക്തന്മാരുടെ പക്കൽ ഏൽപ്പിച്ച് ദൈവം ഇവിടെ അയച്ചു. തിരുവചന സത്യത്തിൻ്റെ മാർമിക രഹസ്യങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവിൽ സംസാരിപ്പാൻ തൻ്റെ ഭക്തന്മാരുടെ അതരത്തിൻ്റെ കെട്ടുകളെ പരിശുദ്ധാത്മാവ് അഴിച്ചു വിട്ടു. ആമേൻ. വചനം കേട്ടവർ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗഖ്യം പ്രാപിപ്പാനിടയായി. വാഹനങ്ങളിൽ പോകുമ്പോൾ സൗഖ്യം പ്രാപിപ്പാനിടയായി. എന്നാൽ ഇന്ന് രാത്രി ഒരു ദൂതൂടെ പറയുക, ഈ ഡിവൈൻ ഫെസ്റ്റിവൽ ഇന്ന് രാത്രി ഇവിടെ ആശീർവാദം പറഞ്ഞാലും സൗഖ്യം വ്യാപരിച്ചുകൊണ്ടേയിരിക്കും, സൗഖ്യം വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. ആ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ കുടുംബങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. ദൂരെ ഇരിക്കുന്ന മക്കളുടെ മേലെ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. ഇതിവിടെ അവസാനിക്കുന്ന അനുഗ്രഹമല്ല, ഈ അനുഗ്രഹം തുടരുകയാണ്, ഈ അനുഗ്രഹം തുടരുകയാണ്. സ്തോത്രം. ഒരു രണ്ട് വാക്ക് നമ്മുടെ MLA ഞാൻ പറയുന്നു. സാർ, ഇന്ത്യ മഹാരാജ്യത്തല്ല ലോകം മുഴുവൻ അറിയപ്പെടുന്ന ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്നതിൽ ഞങ്ങൾ വ്യത്യസ്തരാണ്. ഞങ്ങൾ ഇതുവരെ ഒരു ട്രാൻസ്പോർട്ട് ബസ്സിനിട്ട് കല്ലെടുത്തെറിഞ്ഞിട്ടില്ല. ഇതുവരെ ഞങ്ങൾ മന്ത്രിമാരെ വഴി തടഞ്ഞിട്ടില്ല. ഇതുവരെ ഞങ്ങൾ ഒരു MLA പിക്കറ്റ് ചെയ്തിട്ടില്ല. ഒരു പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ പിക്കറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇതുവരെയും ഒരു ഹർത്താൽ നടത്തിയിട്ടില്ല. ഇതുവരെയും ഞങ്ങളൊരു ബന്ധം നടത്തിയിട്ടില്ല. ഞങ്ങൾ അടിച്ചപ്പോഴും ഞങ്ങൾ കരഞ്ഞുകൊണ്ട് തിരിച്ചടിക്കാതെ ബൈബിൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന ലോകത്തിൽ ഏക ഗ്രൂപ്പുണ്ടെങ്കിൽ അത് ഞങ്ങളാണ്, അത് ഞങ്ങളാണ്, അത് ഞങ്ങളാ. പ്രാർത്ഥിക്കുന്നവർ, കരയുന്നവർ, തിരിച്ചു തല്ലാത്തവർ ഞങ്ങളാണ്, അത് ഞങ്ങളാ. ഈ ഇരിക്കുന്ന ജനമാണത്. ഞങ്ങൾ ഉപദ്രവം ഏറ്റിട്ടേ ഉള്ളൂ. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ബൈബിൾ മേടിച്ച് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ദാസന്മാരെ തെരുവിൽ പ്രസംഗിച്ചതിന് തല്ലി ചതച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ കേസ് കൊടുത്തിട്ടില്ല, ഞങ്ങൾ തിരിച്ചു തല്ലിയിട്ടില്ല, അവരെ ഞങ്ങൾ ശപിച്ചില്ല, അവരെ നേരെ പിറുപിറുത്തില്ല, അവരെ ഞങ്ങൾ പഴിചാരിയില്ല, അവരുടെ കുടുംബത്തെ ശപിച്ചില്ല. ഞങ്ങൾ പകരം അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ഞങ്ങളാ. പെന്തക്കോസ്ത് വിശ്വാസമുള്ള ദൈവജനം ഈ രാത്രി ഒരുമിച്ച് ആരാധിക്കട്ടെ, പരിശുദ്ധാത്മാവിൽ ആരാധിക്കട്ടെ. പരിശുദ്ധാത്മാവിന് രാത്രി നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ശക്തമായ ഒരു ആലോചന എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനാധാരമായി ഒരു വേദഭാഗം ഇവിടെ വായിച്ചു കേൾപ്പിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കണം. നിങ്ങൾക്കെല്ലാം ചിരപരിചിതമായത് എന്ന് പറഞ്ഞാൽ സുവിശേഷം ഒരിക്കൽ പോലും പ്രസംഗമായി കേട്ടിട്ടില്ലാത്തവർക്ക് പോലും, എന്തിനേറെ ബൈബിൾ ഒരിക്കൽ പോലും തുറന്ന് വായിച്ചിട്ടില്ലാത്തവർക്ക് പോലും കേട്ട് മനഃപ്പാടമുള്ളൊരു വാക്യമാണ് ഇന്ന് രാത്രി എൻ്റെ പ്രസംഗ വിഷയം. വാക്യം 23-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൻ്റെ 1-ാമത്തെ സെന്റൻസ്. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഒരു പ്രാവശ്യം കൂടെ വാക്യം വായിക്കാം. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഒരു സെന്റൻസ് കൂടെ ചേർത്താട്ടെ. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ദാവീദ് പറഞ്ഞ വാക്യം ഇതാണ്: കൂരിരുളിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും എനിക്ക് ഭയമില്ല, അവിടെ ദൈവം എന്നോട് കൂടെ കൊണ്ട്. ഈ വാക്യത്തിനായിട്ട് കരമൊരു ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആ കരങ്ങൾ വീശി വീശി ദൈവത്തെ സ്തുതിച്ചാട്ട് ഇന്ന് രാത്രി വചനം അയച്ച് സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരം, സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിന്റെ വാതിൽ തുറന്ന് തന്റെ അളവില്ലാത്ത പൊന്നു നിർക്കൈ കൊണ്ട് വാരി വിളമ്പുന്ന പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഇന്ന് രാത്രി വചനത്തിൽ വ്യാപരിക്കുന്നതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രാണനാഥ, ഇന്നലെ രാത്രി പ്രസംഗിച്ച പരിചയം കൊണ്ട് ഇന്ന് രാത്രി പ്രസംഗിപ്പാനിടയാകില്ല. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. അല്പം ശാന്തമായി നമുക്ക് ആരാധിക്കണം, എന്നാൽ അല്പം ശാന്തമായി ദൈവനെ കേൾക്കണം. എന്താ വായിച്ചത്?
കൂരിരുളിന്റെ താഴ്വര. അതിന് ഇംഗ്ലീഷ് ബൈബിളിൽ അങ്ങനല്ല, ഡാർക്ക് ആൻഡ് ഡെഡ് വാലി. കൂരിരുളല്ല, മരണ ഇരുൾ. ഓ, നിങ്ങൾ ശ്രദ്ധിക്കണം, അടുത്ത നിമിഷം തനിക്ക് മരണമാണ് തന്റെ മുന്നിൽ. There is a gulf in front of him. അവന്റെ മുമ്പിൽ ഒരു മരണ താഴ്വര ഉണ്ടാകും. പക്ഷെ ആ താഴ്വരയുടെ വക്കൽ നിന്നുണ്ടാവും പറയുക, എനിക്ക് പേടിയില്ലെന്ന്. ഇതാരെ കൊണ്ട് പറ്റും? ഇതാരെ കൊണ്ട് പറയാൻ പറ്റും? അടുത്ത സ്റ്റെപ്പ് വെച്ചാൽ താൻ കുഴിയിലാണ്. പ്രൈസലോ, ഈ സ്റ്റേജിലേക്ക് നിങ്ങൾ നോക്കുക, അടുത്ത കാല് വെച്ചാൽ താൻ കുഴിയിലേക്കാ. പക്ഷെ ഇവിടെ നിന്നുകൊണ്ടാണ് ഭക്തൻ പറയുന്നത്, എനിക്ക് പേടിയില്ലെന്ന്. അതെന്താ? ഞാൻ ഈ കുഴിയിലേക്ക് വീണാൽ നിലത്ത് പാറയിൽ തട്ടാതെ വണ്ണം തന്റെ ദൂതന്മാരെ കൊണ്ട് എന്നെ താങ്ങുമെന്ന് അരുളി ചെയ്ത ഒരു ദൈവം എന്നോട് കൂടെ ഉള്ളത് കൊണ്ടോ ഈ താഴ്വര എനിക്ക് പേടിയില്ലെന്നാ പറഞ്ഞത്. ഒരൽപ്പം ഭാരതീയ ഐതിഹ്യങ്ങളിലേക്ക് വരാൻ പോകുക. ഈ കുഴി, ഈ താഴ്വര, ഈ താഴ്ന്ന പ്രദേശം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മടുപ്പാണ്. നമുക്കിഷ്ടം ഉയർന്നതാണ്, ഉയർന്ന പ്രദേശമാണ്. സ്ഥാനങ്ങൾ, മാനങ്ങൾ, കുന്ന്, മല, ഇതൊക്കെയാണ് നമുക്കിഷ്ടം. ഇതെവിടുന്നാണ് നമ്മുടെ ബ്ലഡിനകത്ത് കയറിയ? ഉത്തരം, ദൈവം പർവ്വതത്തിലാണ് ഇരിക്കുന്നതെന്നൊരു ഐതിഹ്യം നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ടല്ലേ സകല പുണ്യസ്ഥലം എടുത്ത് നോക്കിയാൽ എൻ്റെ വാലയിൽ ഒരു മല കാണും. ഇന്ന് രാത്രി ഞാൻ അതെല്ലാം കൂടെ തന്നെ വിവരിക്കുന്നതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏത് പുണ്യസ്ഥലം എടുത്ത് അതിൻ്റെ എല്ലാം വാലയിൽ ഒരു മല കാണും. കാരണം ഭാരതീയ സങ്കല്പം ദൈവം ഇരിക്കുന്ന പർവ്വതത്തിലാ. അതുകൊണ്ടാണ് മനുഷ്യർക്കെല്ലാം ഉയർച്ച, ഉയർച്ച, ഉയർന്ന സ്ഥലം, ഉയർന്നത് അങ്ങനെ ആഗ്രഹം ഉണ്ടായത്. ചില വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10 വർഷങ്ങളിലേക്കാണ്, എൻ്റെ നല്ല യൗവന പ്രായത്തിൽ മലയാള മനോരമ പത്രത്തിൽ കോട്ടയത്തു നിന്ന് വന്ന് ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഒരു മാനസിക രോഗി കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ വാട്ടർ ടാങ്കിൻ്റെ പുറത്ത് കയറി. വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ കയറിയിട്ട് പറഞ്ഞ് ചാടും. ആൾക്കാരെല്ലാം ചുറ്റും വന്നു. ഫോറസ്റ്റ് ഈ ഫയർഫോഴ്സുകാര്, പോലീസുകാര് എല്ലാവരും വന്നിട്ടുണ്ടാവും. എല്ലാവരും വന്നിരിക്കുകയാണ്. ഇവൻ മോളിൽ ഇരിക്കുക. എന്നോട് പറഞ്ഞ് ഇറങ്ങാൻ പറഞ്ഞു. പറഞ്ഞില്ല, ഇറങ്ങത്തില്ല, ചാടുമെന്ന് പറഞ്ഞു. ചാടും. അടി നെറ്റ് വിരിച്ചു. മലയാള മനോരമ, കേരള കൗമുദി, ദീപിക, പത്രക്കാർ മുഴുവൻ വന്നു. ഫോട്ടോഗ്രാഫേഴ്സ് വന്നു. ഫോട്ടോ ഒക്കെ എടുത്തു. ഭയങ്കര പോലെ പത്രത്തിൽ വന്ന് വാർത്തയാണ്. ചിലരൊക്കെ ഓർക്കുന്നുണ്ടാവും. അവസാനം ഒരു വിധത്തിൽ ഇങ്ങനെ അനുനയിപ്പിച്ച് താഴെ ഇറക്കിയിട്ട് പത്രത്തിൻ്റെ ഏജന്റ് ചോദിച്ചു, ഇയാൾ എന്തിനോട് മുകളിൽ കയറിയെന്ന്. അവനെ മറുപടി വെക്കണോ? ഒരു മനുഷ്യനൊന്നും ഉയരാനും സമ്മതിക്കത്തില്ലെന്ന്. ഒരു മനുഷ്യനൊന്നും ഉയരാമെന്ന് വിചാരിച്ചാൽ സമ്മതിക്കത്തില്ല. അവിടുന്ന് അവനെ താഴെ ഇറക്കുമെന്ന്. ഇവന്റെ വിചാരം വാട്ടർ ടാങ്ക് കയറിയിരിക്കുമ്പോഴാണ് ഉയരുന്നതെന്നാ. അമ്മേ, മനുഷ്യന്റെ സങ്കല്പങ്ങൾ മുഴുവൻ അങ്ങനെയാ. ഉയർന്ന പർവ്വതങ്ങളിലും ഉയർന്ന സ്ഥലങ്ങളിലും ആ ദൈവം ഇരിക്കുന്നതെന്നാ. ഇന്ന് രാത്രികാലം ഐതിഹ്യങ്ങൾ മുഴുവൻ ഇടിഞ്ഞു വീഴാൻ പോകുക. തീപ്പെട്ടി കൊട്ടാരം പോലെ ഭാരതത്തിലെ മനുഷ്യൻ അവന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുത്ത എല്ലാ ആകാശ കോട്ടകളും ഇന്ന് രാത്രി ഇടിഞ്ഞു വീഴാൻ പോകുക. സത്യം പുറത്തു വരുമ്പോൾ ഐതിഹ്യങ്ങൾ ഇടിഞ്ഞു വീഴും. സത്യം പുറത്തു വരുമ്പോൾ തോന്നലുകൾ ഇടിഞ്ഞു വീഴും. സത്യം പുറത്തു വന്നാൽ സങ്കല്പങ്ങൾ ഇടിഞ്ഞു വീഴും. ഇന്ന് രാത്രി സത്യം പുറത്തു വരാൻ പോകുക. സത്യം അറിയുമ്പോൾ ആ സത്യം നിന്നെ സ്വതന്ത്രമാക്കാൻ പോകുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ദാവീദ് പറയുന്നു, നിങ്ങൾ പർവ്വതത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ ആ ദൈവമില്ലേ? നിങ്ങൾ പറഞ്ഞില്ലേ മലയിലാണ് ഇരിക്കുന്നതെന്ന് ദൈവത്തെ കുറിച്ച്? നിങ്ങളെല്ലാവരും പറഞ്ഞില്ലേ ദൈവം ഉയരത്തിലാണെന്ന്? ആ പർവ്വതത്തിന്റെ മുകളിലാണ് ആ ദൈവത്തെ, നിങ്ങൾ പറഞ്ഞ ആ ദൈവത്തെ ഞാൻ കൂരിരുളിന്റെ താഴ്വരയിൽ വെച്ച് കണ്ടെന്നു. ആമേൻ, ആമേൻ. ദാവീദ് ആൾ കൊള്ളാവേ. നമ്മൾ പറഞ്ഞ ആ ദൈവത്തെ താഴ്വരയിൽ വെച്ച് കണ്ടെന്ന്. ഇനി ഞാൻ അതിന്റെ പ്രാക്ടിക്കൽ വശത്തേക്ക് വരാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു കാല് വയ്യാത്തൊരു മനുഷ്യൻ, അയാൾ ഇങ്ങനെ കുറച്ച് വിഷമിച്ചാണ് നടക്കുന്നത്. അയാളുടെ തലയിൽ ഒരു ഒരു കെട്ടുമുണ്ട്. ഇത് തൻ്റെ ജീവിതത്തിൻ്റെ ഭാരങ്ങളെല്ലാം കൂടിയാണ്. അതെൻ്റെ തോളിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇതും വെച്ചുകൊണ്ട് താനൊരു പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ വന്നിങ്ങനെ നിന്നപ്പോൾ മുകളിൽ ദൈവം ഇരിപ്പുണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെയാണല്ലോ സങ്കല്പം. പറഞ്ഞു, ദൈവമേ, എൻ്റെ ഇടത്തെ കാലിന് വേദനയാണ്, വയറിനൊരു അസ്വസ്ഥതയുണ്ട്, ഈ തോളിലിരിക്കുന്ന ഭാരമെല്ലാം കൂടി ഒരു 40 കിലോ വരും. ഇങ്ങനെയൊക്കെയാണേലും അങ്ങേ എനിക്കൊന്ന് കാണണമെന്ന് താല്പര്യമുണ്ട്. ഉടനെ പർവ്വതത്തിൽ നിന്നുകൊണ്ട് ദൈവം കാലുമേ കാലൊക്കെ വെച്ചിട്ട് പറയാണ്, ഡോ, താൻ കാലുമെങ്കിൽ ഞാൻ എന്നാ വേണം? താൻ ഇവിടുന്ന് മുകളിലോട്ട് കയറി വരാമെങ്കിൽ,
താൻ എങ്ങനെയും ഇവിടെ വരെ വരാമെങ്കിൽ ഞാൻ തനിക്ക് എന്തെങ്കിലും കാര്യം ചെയ്യും, തന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്യാം. താൻ താഴെ ഞാൻ മുകളിൽ വരയ്ക്കുന്നിടത്തോളം കാലം നമുക്ക് ഇത്രയൊക്കെ പറ്റൂ എന്നു പറയുന്ന ദൈവമാണോ ദൈവം? ഇന്ന് രാത്രി സങ്കല്പങ്ങൾ മുഴുവൻ ഇടിഞ്ഞു വീഴണം. ഞാൻ അടുത്ത് പറയാൻ പോയാ, ഞാൻ പ്രസംഗിച്ച ദൈവം ആരാണെന്ന്. കാലുവയ്യാത്തവൻ കാലുവയ്യാതെ പർവ്വതത്തിന്റെ ചുവട്ടിൽ വന്ന് നിൽക്കുമ്പോൾ വയ്യാത്ത കാലും ഭാരവുമായി കയറി വരാൻ പറയുന്ന ദൈവമല്ല. പകരം നീ ഇരിക്കുന്ന കുഴിക്കകത്തേക്ക് ഇറങ്ങി വന്ന് നിന്റെ ഭാരമെടുത്ത് താഴെ വെച്ചിട്ട് നിന്റെ വേദനയിൽ നിന്നോടുകൂടി പങ്കിടുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ആമേൻ, ആമേൻ. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ഈ അവസാന ദിവസം അറിഞ്ഞിട്ട് പോകണം. ശ്രദ്ധിക്കണേ, പ്രസംഗം ശ്രദ്ധിക്കാതെ ആരും ആരാധിക്കരുത്. ദൈവവചനം കേൾക്കാൻ ആരും കൈയടിക്കരുത്. ദൈവവചനം കേട്ടിട്ട് വചനം നിങ്ങൾ ക്രിയ ചെയ്യുമ്പോഴേ ആരാധിക്കാവൂ. വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ പാടില്ല. ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. 2 കാര്യങ്ങൾ ഇന്ന് രാത്രി അറിഞ്ഞിട്ടേ പോകാവൂ. നമ്പർ 1, ഞാൻ ആരാണ്. ആമേൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു കാര്യം അറിഞ്ഞിട്ടേ പോകാവൂ. നമ്മൾ ആരാണ്? നമുക്കറിയാവുന്നത് നമ്മൾ കെ എബ്രഹാം ആണെന്ന് അറിയത്തുള്ളൂ, ഞാൻ സ്റ്റാൻലി ആണെന്ന് അറിയത്തുള്ളൂ, ഞാൻ വർഗീസ് ബേബി ആണെന്ന് നമുക്കറിയത്തുള്ളൂ. അതിനപ്പുറം ഒരു കാര്യമുണ്ട്, നമ്മൾ ആരാണെന്നറിയണം. ആമേൻ. രണ്ടാമത് നമ്മൾ അറിയണം നമ്മുടെ ദൈവം ആരാണ്. ഇത് രണ്ടും അറിഞ്ഞാൽ ഈ പന്തലിനകത്തൊന്നും ആരും ഇരിക്കത്തില്ല. ശരിക്കാ 2 കാര്യങ്ങൾ അറിഞ്ഞാൽ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. കസേരയിൽ നിനക്ക് ഇരിപ്പുറയ്ക്കത്തില്ല. ഇന്ന് രാത്രി നമ്മൾ ആരാന്ന് പറയാൻ പോവുകയെ. ആദ്യം അല്പസമയമേ അത് പറയാനുള്ളൂ. എനിക്ക് എൻ്റെ വിഷയത്തിലേക്ക് മടങ്ങി വരണം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവം ആരാണെന്നറിയുമ്പോഴേ നമ്മൾ ആരും അല്ലെന്നറിയത്തുള്ളൂ. അതുവരെയൊക്കെ നമ്മുടെ ധാരണ നമ്മൾ ഏതാണ്ടാണെന്നാണ്. എന്നാൽ അറിഞ്ഞോ, നമ്മൾ ഒന്നുമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചോദിച്ചോട്ടെ, ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു ശ്വാസതടസ്സം ഉണ്ടായി. ശ്വാസതടസ്സം ഉണ്ടാകാൻ പോലീസ് ഇടിക്കുമൊന്നും വേണ്ട, ഒരൊറ്റ ഇക്കിള് വന്നാൽ മതി. പിന്നത്തെ ഇക്കിള് പിന്നെ അങ്ങ് ആശുപത്രി വെച്ചേ വരൂ. അത്രയും മതി അതിൻ്റെ ആവശ്യം. ഈ ശരീരത്തെ അവയവം എന്നൊക്കെ പറയുന്നതിനൊന്നും നട്ടും ബോൾട്ടും ഒന്നും ഇല്ലെന്ന്. ഇതൊന്നും ഫിറ്റ് ചെയ്തില്ല. പിന്നെ ഒടിയുമ്പോഴൊക്കെയാ പിന്നെ ഡോക്ടർമാരാണ് ഈ നട്ടും ബോൾട്ടും ഒക്കെ ഇടുന്നത്. ഫ്രീസലോ, ഇതിന് നിലവിൽ നട്ടും ബോൾട്ടും ഒന്നുമില്ല. എല്ലാം വളരെ സുതാര്യമായിട്ട് പിടിപ്പിച്ചിരിക്കുക. അതൊക്കെ ഒന്ന് തിരിയാനും അറിയാനും എന്നാ സമയം വേണം. അങ്ങനെ ഒരാൾക്ക് ശ്വാസം നിന്ന് പോയാൽ ഡിവൈൻ ഫെസ്റ്റിവലിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ മുഴുവനും കൂടെ അവരെ പെട്ടെന്ന് ആംബുലൻസ് കയറ്റി ആശുപത്രി കൊണ്ടുചെല്ലും. അങ്ങനെ ആശുപത്രിയിലോട്ട് കൊണ്ടുചെന്ന് പ്രൈസലോ അവരെ ആശുപത്രി കിടത്തി നിൽക്കട്ടെ, തലക്കീഴിൽ ഒരു കുറ്റി കൊണ്ടുവെക്കും. ഓക്സിജൻ്റെ കുറ്റിയാണ്. അതേന്നൊരു ട്യൂബ് ഇദ്ദേഹത്തിന് മൂക്കിലോട്ട് ഫിറ്റ് ചെയ്യും. വേറെ ഒന്നിനുമല്ല, ശ്വാസം വിടാൻ വേണ്ടിയിട്ടാണ്. കാരണം പുള്ളിക്ക് ശ്വാസോച്ഛ്വാസം പോയി. ഒരു ചെറിയ മോണിറ്ററിൽ ഇങ്ങനൊരു വര വീഴും. എന്താണെന്നറിയാമോ? നീ ജീവിച്ചിരിക്കുന്നതിൻ്റെ അടയാളമാണ്. വര നിന്നാ നീ നിന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഈ കുറ്റിയെന്ന് വരുന്ന പൈപ്പ് മൂക്കിനകത്തോട്ട് കയറുമ്പം ഇദ്ദേഹത്തിൻ്റെ ശരീരം ഇങ്ങനെ പൊങ്ങിത്താഴും. ഈ ശരീരം പൊങ്ങിത്താഴുന്നതനുസരിച്ച് കട്ടിലിന് ചുറ്റും നിൽക്കുന്നവരും പൊങ്ങിത്താഴും. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ആരാന്ന് അറിയാൻ വേണ്ടിയിട്ട് പറയാ. അങ്ങനെ താന്ന് അങ്ങനെ ഓക്സിജൻ്റെ കുറ്റി മാറി മാറി അങ്ങനെ അദ്ദേഹം 2 ആഴ്ച അവിടെ കിടന്നു. 2 ആഴ്ച അവിടെ കിടന്നപ്പോൾ പോരാൻ നേരത്തൊരു ബില്ല് കൊടുത്തു. 17,500 രൂപ. ആഹാരം കഴിച്ചതല്ല, ശ്വാസം വിട്ടതിൻ്റെ ബില്ല. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ശ്വാസം വിട്ടതിൻ്റെ ബില്ല 17,500 രൂപ. 2 ആഴ്ച ശ്വാസം വിട്ടതിന് 17,500 രൂപയാണെങ്കിൽ ഈ ഒരായുസ് മുഴുവൻ ശ്വാസം വിട്ടതിൻ്റെ ബില്ല് കൊടുക്കാൻ കഴിവുള്ള ഒരാളെങ്കിലും മാവേലിക്കരയിൽ ഇന്ന് രാത്രി ഉണ്ടോ? ഒരായുസ് മുഴുവൻ ശ്വാസം വിട്ടതിൻ്റെ സൗജന്യമായി ശ്വാസം വിട്ടതിൻ്റെ ബില്ല് കൊടുക്കാൻ കഴിവുള്ള ആരാ ഇന്ന് രാത്രി ഇവിടെയുള്ള? ഇന്ന് രാത്രി അറിഞ്ഞോ നമ്മൾ ആരാ? സൗജന്യമായി ദൈവം തരുന്ന ശ്വാസോച്ഛ്വാസം ഉപയോഗിക്കുന്ന മനുഷ്യ. ഇന്ന് രാത്രി ആ ദൈവത്തെ സ്തുതിക്കാനാ പറഞ്ഞത്, ആ ദൈവത്തെ ആരാധിക്കാനാ പറഞ്ഞത്. ഓ ശമന ശംദൽ ഖുശാലബസ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരാന്നറിയാൻ, നമ്മുടെ ദൈവം ആരാന്നറിയാൻ ഒരു അല്പസമയം എടുക്കട്ടെ. കോട്ടയത്തെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഡിസ്ട്രിക്ട് കൺവെൻഷൻ തിരുനക്കര മൈതാനത്ത് പ്രസംഗിച്ചിട്ട് ഞാൻ നിൽക്കുകയാണ് കോട്ടയം സ്റ്റാൻഡിൽ. ഒരു മനുഷ്യൻ അതിൽ ഓടി നടക്കുന്നു. ഞാൻ വിചാരിച്ച പേഴ്സ് കാണാതെ പോയതായിരിക്കുമെന്ന്. കുറേ നേരം ഓടിയ ചങ്ങര എൻ്റെ മുമ്പിൽ പറയാം, ദാണ്ട് നിൽക്കുന്നു.
അപ്പോഴെനിക്ക് മനസ്സിലായി എന്നെ അന്വേഷിച്ച് നടക്കായിരുന്നു. ഞാൻ പറഞ്ഞു സാറിനെ ഞാൻ കണ്ടായിരുന്നു, സാറിൽ കൂടി നടക്കുന്നത്. ഞാൻ വിചാരിച്ചു പേഴ്സ് കാണാതെ പോയതായിരിക്കുമെന്ന്. ഉടനെ ഒരു പേഴ്സല്ല, ഞാൻ സാറിനെ അന്വേഷിക്കായിരുന്നു. സാറിലെ കെ എബ്രഹാം, അതെ ഇപ്പം ആ തിരുനക്കരെ പ്രസംഗിച്ച, അതെ എൻ്റെ പൊന്നു സാറിനെ അന്വേഷിച്ചിട്ട് ഓടാൻ സ്ഥലമൊന്നുമില്ല. ആൾക്കാരെന്നോട് പറഞ്ഞു ബസ് സ്റ്റാൻഡിലോട്ട് പോയിട്ടുണ്ടെന്ന്. അങ്ങനെ ഇങ്ങോട്ട് വരിക. ഞാൻ ചോദിച്ചു എന്താ അത്യാവശ്യം? ഒരു ചോദ്യം ചോദിക്കാനാണ്. അമ്മ സകല ചോദ്യത്തിന് ഉത്തരവായ ക്രിസ്തുവിനെ ഞാൻ അവിടെ ഉയർത്തേച്ച് വരിക. നിങ്ങൾക്കൊന്നും പിടികിട്ടാതെ നിങ്ങൾ ചോദ്യം ചോദിക്കാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ എൻ്റെ പുറകെ നടക്കുക. എന്തുവാട്ടെ ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിക്കാൻ ഉടനെ പുള്ളി എന്നോട് പറഞ്ഞത് സാറേ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കോ. പുള്ളി പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിൽ MBBS 4ാം വർഷം പഠിക്കുക. എനിക്ക് താല്പര്യം തോന്നി. ഗാഡ് ടു മീറ്റ് യു. 4ാം വർഷം പഠിക്കുന്ന ഒരു MBBS വിദ്യാർത്ഥിയെ കാണാൻ ഒരു അവസരം കിട്ടിയില്ലേ. ഉടനെ പുള്ളി പറഞ്ഞു സാറേ ഇന്നത്തെ പ്രസംഗം സാർ ക്രിയേഷൻ തിയറി അവിടെ പറഞ്ഞു ഇഷ്ടപ്പെട്ടു, വളരെ സന്തോഷമായി. പക്ഷേ എനിക്ക് MBBS പഠിക്കാൻ വന്നപ്പോഴാണ് മനസ്സിലായത് ബൈബിൾ തെറ്റാണ്. നോക്കിക്കോണം ഓരോരുത്തരെ പള്ളിക്കൂടുതി വിടുന്നതിൻ്റെ കുഴപ്പം അല്ല, ഇവരെ പള്ളിക്കൂടുതി വിട്ടാൽ കുഴപ്പം നിൽക്കണം. ബൈബിൾ തെറ്റാന്ന് പുള്ളിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് MBBS പഠിക്കാൻ വന്നപ്പോൾ. ഞാൻ ചോദിച്ച ബ്രദർ ഇത് എങ്ങനെ ബൈബിൾ തെറ്റിയത്? ബൈബിൾ തെറ്റി എങ്ങനെയാണെന്ന് പറയാം. ആദാമിനെ ദൈവം മയക്കി. ആദാമിൻ്റെ ഒരു വാരിയിലെടുത്തല്ലയോ ഹവ്വയെ സൃഷ്ടിച്ചെന്ന് ബൈബിളിൽ. ഞാൻ പറഞ്ഞത് അതെ. ഞങ്ങൾ ഈയിടെ അസ്ഥികൂടം പഠിക്കുകയായിരുന്നു. അസ്ഥികൂടം, മനുഷ്യൻ്റെ അസ്ഥികൂടം. ഞാൻ പറഞ്ഞു ഓരോരുത്തരുടെ വിധി. ഞാൻ ജീവനുള്ളവരെ പഠിച്ചുകൊണ്ടിരിക്കുക. പുള്ളി അസ്ഥികൂടം പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തുവാട്ടെ ഞാനിങ്ങനെ അസ്ഥികൂടം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താ മനസ്സിലായി? ആദാമിനും ഹവ്വയ്ക്കും, അതായത് സ്ത്രീക്കും പുരുഷനും വാരിയിൽ ഞങ്ങൾ സ്റ്റുഡൻസ് എണ്ണി നോക്കിയപ്പം കറക്റ്റ്. അപ്പോഴാണ് മനസ്സിലായത് ബൈബിൾ തെറ്റാ. ഞാൻ ചോദിച്ചാൽ അങ്ങനെ സാറേ ഇപ്പം എനിക്ക് വാരിയലിൻ്റെ എണ്ണം എനിക്കറിയത്തില്ല. ഞാനൊരു ചുമ്മാ ഒരു സംഖ്യ പറയുകയാണ് 12 എന്ന് വിചാരിക്കും. അത് കറക്റ്റൊന്നുമല്ല. പുരുഷനും 12 വാരിയൽ, സ്ത്രീക്കും 12 വാരിയൽ. ഞാൻ ചോദിച്ചാൽ അന്നേരം എങ്ങനെ ബൈബിൾ തെറ്റിയ? എൻ്റെ പുള്ളിയോട് പറയാം ആദാമിൻ്റെ ഒരു വാരിയൽ ദൈവം എടുത്തോ? ഞാൻ പറഞ്ഞു എടുത്തു. അതുകൊണ്ടല്ലേ ഹവ്വയെ സൃഷ്ടിച്ചത്. അതെ, അങ്ങനെയാണെങ്കിൽ ആദാമിന് ഒരെണ്ണം കുറയണ്ടേ? 11 വരാവും. എന്നെ അറിവാണേ. ഞാൻ പറഞ്ഞു അവിടെ നെല്ല് പോകരുത്. ഉടനെ പുള്ളി പറഞ്ഞ് പതുക്കെ പറഞ്ഞാൽ മതി, എല്ലാവരും കേൾക്കും. ഞാൻ പറഞ്ഞു കേൾക്കട്ടെ, ഒരു യോഗ അവിടെ നടക്കട്ടെ. ബസ് സ്റ്റോപ്പിൽ ഞാൻ വിട്ടില്ല. ഞാൻ പറഞ്ഞു 4 പേര് കേൾക്കട്ടെ. ഞാൻ ചോദിച്ചു സാറേ MBBS പഠിക്കണോ? അതെ. പുള്ളി പറഞ്ഞു എല്ലാവരും കേൾക്കുന്നു. ഞാൻ പറഞ്ഞു കേൾക്കട്ടെ, MBBS പഠിക്കണോ? അതെ. ഡോക്ടറാകാൻ പോകല്ലേ? അതെ. എന്നാ കേട്ടോ, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ആദാമിൻ്റെ എനിക്കിതൊക്കെ ഇത് പറയുമ്പോഴത്തേക്ക് കർത്താവിനെ ശക്തമായി പ്രസംഗിക്കുന്ന ഒരു ഡോക്ടർ ഈ സ്റ്റേജിൽ ഇരിപ്പുണ്ട്. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. വളരെ ശ്രദ്ധിക്കണം. ഞാൻ ചോദിച്ചു ബ്രദറെ ആദാമിൻ്റെ എത്ര എല്ലെടുത്തു? ഒരെല്ലേ എടുത്തുള്ളൂ. നിങ്ങൾ പഠിച്ച അസ്ഥികൂടത്തിൽ ഹവ്വയ്ക്ക് ഇപ്പോൾ എത്ര എല്ലുണ്ട്? ഉണ്ടെന്ന് പറഞ്ഞു 12. ഞാൻ പറഞ്ഞു സാറേ ഒരെല്ലേ നീ എടുത്തു. അങ്ങനെയാണ് ഹവ്വയ്ക്ക് എത്ര കാണാവൂ? 1 വരാവൂ. ആദാമിന് 1 കുറയണമെങ്കിൽ ഹവ്വയ്ക്ക് എത്ര വരാവൂ? ഇപ്പം എത്ര ഉണ്ട്? 12. ഞാൻ ചോദിച്ചു ഒരെണ്ണം കൊണ്ട് എങ്ങനെ സാറേ 12 ആയ? പുള്ളി അത് ശരിയാ, അത് ഞാൻ ഇപ്പോഴാലോചിക്കുന്നത്. പുള്ളി അത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആലോചിക്കുന്നത്. ഒരൊറ്റ വാരിയിൽ എടുത്തോളൂ. ഇപ്പം ഹവ്വയ്ക്ക് എത്ര ഉണ്ട്? 12. ഉടനെ ഞാൻ ചോദിച്ചു ഒരെണ്ണം എങ്ങനെ 12 ആയ? ഉടനെ പുള്ളി എന്നോട് പറയാം അത് ദൈവമല്ലേ. ഞാൻ പറഞ്ഞ അത് ദൈവമാണെങ്കിൽ 1 12 ആക്കാൻ ദൈവത്തിന് അറിയാമെങ്കിൽ എടുത്ത സ്ഥലത്ത് ഒരെണ്ണം കൂടെ ഉണ്ടാക്കാൻ എന്റെ ദൈവത്തിന് അറിയില്ലേ? ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്ക്. എന്റെ ദൈവം ആരാണ്? ആമേൻ. സങ്കല്പങ്ങൾ മുഴുവൻ ഇന്ന് രാത്രി ഉടയണം. ദൈവത്തെക്കുറിച്ചുള്ള സകല സങ്കല്പങ്ങളും ഇന്ന് രാത്രി ഉടയണം. എൻ്റെ ദൈവം ആരാണ്? എൻ്റെ ദൈവം ആരാണ്? സ്തോത്രം. ശമരിയക്കാരത്തോട് ദൈവം പറഞ്ഞു, ശ്രദ്ധിച്ചു കേൾക്കണം. യേശു ശമരിയക്കാരത്തോട് പറഞ്ഞു നീ ദൈവത്തിൻ്റെ ദാനം എന്ന് പറഞ്ഞാൽ യു ആർ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. നമ്മളൊക്കെ ഇത് എഴുതി വെക്കുന്നത് കാറേല. നമ്മളൊക്കെ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് എഴുതി വെക്കുന്നത് എന്തല്ല? കാറേലല്ല, ചങ്കേല എഴുതി വെക്കണ്ടേ? എത്ര പേർക്ക് മനസ്സിലായത്? നമ്മുടെ ചങ്കത്ത് വേണം എഴുതി വെക്കാം ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന്. കാറേലല്ല എഴുതി വെക്കേണ്ടത്, നമ്മുടെ ചങ്കത്ത് എഴുതി വെക്കണം. നാം ദൈവത്തിന്റെ ദാനമാണ്. ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവ പൈതല്, നിന്റെ ശരീരം ദൈവത്തിന്റെ ദാനമാണ്. നിന്റെ രക്തം ദൈവത്തിന്റെ ദാനമാണ്. നിന്റെ ഞരമ്പുകൾ ദൈവത്തിന്റെ ദാനമാണ്. നിന്റെ ആരോഗ്യം ദൈവത്തിന്റെ ദാനമാണ്. ഈ രാത്രി ആരാധിക്കുക. നിന്റെ സൗന്ദര്യം ദൈവത്തിന്റെ ദാനമാണ്. നിന്റെ വീട് ദൈവത്തിന്റെ ദാനമാണ്. എനിക്കിന്ന് രാത്രി പറയാനുള്ളത് സകലവും 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 എന്റെ ദൈവത്തിന്റെ ദാനമാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങനെ പറഞ്ഞു പോയി നമുക്ക് സമയം തികയത്തില്ല. എൻ്റെ ദൈവം ആരാന്ന് പറയാൻ പോവുക. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. അവൻ മണിമേടയിലും മട്ടുപ്പാവിലും കോട്ടക്കൊത്തളങ്ങളിലും മാർബിൾ സൗധങ്ങളിലും മനുഷ്യനുണ്ടാക്കുന്ന കണ്ണാടിക്കൂടുകളിലും കവലകളിലിരിക്കുന്ന കരിങ്കൽ ഭിത്തിക്കകത്തും പാർക്കുന്നവനല്ല,
പകരം ഇന്ന് രാത്രി സഹോദരി, നിന്റെ ഹൃദയത്തിനകത്ത് വസിക്കുന്നതാണ് എൻ്റെ ദൈവം. ഇന്ന് രാത്രി നിന്റെ സൗന്ദര്യം എൻ്റെ ദൈവത്തിന് വിഷയമല്ല. നിനക്ക് ഏത് വീടാണുള്ള ദൈവത്തിന് അറിയണ്ട. ഇന്ന് രാത്രി നിന്റെ പണം എൻ്റെ ദൈവത്തിന് അറിയണ്ട. നിന്റെ പേഴ്സിലിരിക്കുന്ന ATM കാർഡ് ദൈവത്തിന് അറിയണ്ട. നീ ദൈവത്തിന്റെ സൃഷ്ടിയാണോ? നിന്റെ ഹൃദയത്തിനകത്ത് എൻ്റെ ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ രാത്രി മാവേലിക്കര ദേശമേ, നിന്റെ ഹൃദയമാണ് ദൈവത്തിന്റെ വീട്. ആമേൻ, ആമേൻ. ശ്രദ്ധിച്ചു കേൾക്കണം. പാമ്പ്, പട്ടി, പല്ലി, പഴുതാര, എലി, പുലി, തൂണ്, തുരുമ്പ്, ആളത്വമില്ലാത്ത വസ്തുക്കളിലും ആത്മാവില്ലാത്ത മൃഗത്തിലും ദൈവം ഇല്ലേ? ഇല്ല. യെസ്, ആമേൻ, ആമേൻ. അമ്മയാരാ, പെങ്ങളാരാ, ഭാര്യയാരാ എന്ന് തിരിച്ചറിയുന്ന നമ്മുടെ ഉള്ളിൽ ആ ദൈവം വസിക്കുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി രക്ഷയുടെ സന്ദേശം അനേക ഹൃദയങ്ങളിനകത്ത് ഉറയ്ക്കപ്പെടണം. മനുഷ്യന്റെ ഗാത്രം ദൈവത്തിന്റെ ക്ഷേത്രം. മനുഷ്യ നിർമ്മിതമായ കെട്ടിടങ്ങളിലല്ല ദൈവം വസിക്കുന്നത്. പകരം ദൈവ നിർമ്മിതമായ നമ്മുടെ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്. ഇന്ന് രാത്രികാലം ഒരിക്കൽ പോലും ഹൃദയം ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുക്കാത്ത, ഈ രക്ഷയുടെ സന്തോഷം അനുഭവിക്കാത്ത ചിലർ ഇന്ന് രാത്രി യോഗത്തിൽ വന്നിട്ടുണ്ട്. മകളെ, നിന്റെ ഹൃദയം തുറന്നു കൊടുക്കുക. ലോകത്തിന്റെ ഉടയവൻ, സകലത്തിനും മതിയായവൻ, സൃഷ്ടിതാവ്, സർവശക്തനായ ദൈവം ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. ആ ദൈവം നിന്റെ ഹൃദയത്തിനകത്ത് വസിപ്പാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി അഭിനന്ദനീയനും നാം സ്നേഹിക്കുന്ന നമ്മുടെ വാത്സല്യ സഹോദരൻ, മാവേലിക്കരയുടെ പുത്രൻ എന്നറിയപ്പെടുന്ന നമ്മുടെ MLA നമ്മുടെ മധ്യ വന്നപ്പം നമുക്കൊരു സന്തോഷം. ആമേൻ. അങ്ങനെയാണെങ്കിൽ MP കൂടെ ഉണ്ടായിരുന്നെങ്കിലോ? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയും കൂടെ ഉണ്ടായിരുന്നെങ്കിലോ? പ്രതിപക്ഷ നേതാവും കൂടെ ഉണ്ടായിരുന്നെങ്കിലോ? ഇവരൊക്കെ ഓരോരുത്തരും വരുമ്പോൾ സന്തോഷം ഇത്രയാണെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിൽ സർവശക്തത വരുമ്പോഴോ? ഇന്ന് രാത്രി മനസ്സിലായവർക്ക് ദൈവത്തെ വാഴ്ത്തുകയാ. ഈ ഭൂമിയിലെ സ്ഥാനമാനമുള്ളവർ സ്റ്റേജിൽ വരുമ്പോൾ നമുക്ക് ഇത്രയും സന്തോഷമാണെങ്കിൽ, സകലത്തിന്റെ ഉടയവൻ, നിനക്ക് വേണ്ടി സകലവൻ നന്നായി ചെയ്യുന്ന എന്റെ തമ്പുരാൻ ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിനകത്ത് വരുമ്പോൾ നിനക്ക് സന്തോഷം സഹിക്കാനാകില്ല. ഇന്ന് രാത്രി എന്റെ ദൈവത്തിന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുക്കുക. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവം സർവശക്തൻ, എൻ്റെ ദൈവം സർവവ്യാപി, എൻ്റെ ദൈവം സർവജ്ഞാനി, എൻ്റെ ദൈവം സ്വയംഭൂ, എൻ്റെ ദൈവം വീണ്ടെടുപ്പുകാരൻ, എൻ്റെ ദൈവം മനസ്സലിവുള്ളവൻ, എൻ്റെ ദൈവം ആർദ്രതയുള്ളവൻ, എൻ്റെ ദൈവം സൗഖ്യദായകൻ, എൻ്റെ ദൈവം പക്ഷിമൃഗാദികളെ, വൃക്ഷലതാദികളെ, സൂര്യചന്ദ്ര താരാദികളെ വാക്കിനാൽ മെനഞ്ഞവൻ. എൻ്റെ ദൈവം ആരാന്ന് പറയാൻ പോയ സ്തോത്രം പറഞ്ഞോണോ? അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ചവൻ, ആകാശത്തെ കൈകൊണ്ട് വിരിച്ചവൻ, സപ്തസാഗരങ്ങൾക്ക് പഞ്ചസാര മണലുകൊണ്ട് അതിര് നിശ്ചയിച്ചവൻ, ഇരുന്നവൻ, ഇരിക്കുന്നവൻ, വരുന്നവൻ, ആൽഫയും ഒമേഗയും, ആദ്യനും അന്ത്യനും, ഭൂരാജാമക അധിപതി, നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്തവൻ, കാപട്യമറ്റ കനക കോമളൻ, കരുണാശീതളൻ, വയോധികനായ പിഞ്ചു ശിശു, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, നിലവിളക്കിയുടെ നടുവിൽ നിലയാക്കി ധരിച്ചവൻ, വെള്ളോടിന് സദൃശമായി കാലുള്ളവൻ, പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവൻ, ഇരുവായ്ത്തല മൂർച്ചയുള്ള വാൾ വായിൽ പുറപ്പെടുന്നവൻ, ഊഴിയിലെ പൂഴിയെ നാഴിയിൽ എടുത്തവൻ, പർവ്വതങ്ങളെ വെള്ളിക്കോലുകൊണ്ട് അളക്കുന്നവൻ, 7 സമുദ്രത്തിലെ വെള്ളത്തെ ഉള്ളങ്കയിൽ കോരുന്നവൻ, ആകാശത്തിന്റെ പരിണാമത്തെ ചാണുകൊണ്ട് അളക്കുന്നവൻ, ദ്വീപുകളെ തുലാങ്ങളിൽ തൂക്കുന്നവൻ, ഇന്ന് രാത്രി കുരുടന് കാഴ്ച കൊടുത്തവൻ, മുടന്തരെ നടത്തിയവൻ, പച്ചവെള്ളം വീഞ്ഞാക്കിയവൻ, പത്രോസിനെ പാസ്റ്ററാക്കിയവൻ ഇന്ന് രാത്രികാലം വന്നിട്ടുണ്ട്. എന്റെ കർത്താവ് വന്നിട്ടുണ്ട്. യെസ്, ആരാധിക്കാം. കരങ്ങൾ ചലിക്കട്ടെ രാത്രി, കരങ്ങൾ ചലിക്കട്ടെ രാത്രി. ആരാധിക്കാം. എന്റെ ദൈവം ആരാ? എന്റെ കർത്താവ് വന്നിട്ടുണ്ട്. എന്റെ കർത്താവ് ഈ രാത്രി വന്നിട്ടുണ്ട്. എന്റെ ദൈവം ഈ രാത്രി വന്നിട്ടുണ്ട്. മാവേലിക്കരയിൽ എന്റെ കർത്താവ് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രികാല ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം
പന്തലിന്റെ പുറത്ത് നിൽക്കുന്ന ആ സഹോദരന്മാരുടെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം, ഈ പന്തലിന്റെ പുറകിൽ അവിടെ നിൽക്കുന്നവരുടെ മേൽ ദൈവാത്മാവിന്റെ വ്യാപാരം, ഇരിക്കുന്ന അഭിഷക്തന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം, ഈ പുൽപിറ്റിൽ ദൈവാത്മാവിന്റെ വ്യാപാരം, ഈ പുൽപിറ്റിൽ ദൈവശക്തിയുടെ വ്യാപാരം, ഈ സ്റ്റേജിൽ ദൈവാത്മാവിന്റെ വ്യാപാരം, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം. യെസ് 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 യെസ്. Glory, hallelujah. Oh, hallelujah. Yes, hallelujah. Glory Jesus. Jesus. Amen. Hallelujah. Praise the Lord. Praise the Lord. ചോദ്യം, ദാവീദ് മാത്രം താഴ്വരയിൽ വെച്ച് കർത്താവിനെ കണ്ടുമുട്ടിട്ടുള്ളൂ? ഇവിടെ ഇരിക്കുന്ന നമ്മൾ ആരെങ്കിലും താഴ്വരയിൽ വെച്ച് ദൈവത്തെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? ചോദ്യം, ഒരു താഴ്വരയിൽ കൂടെ പോകാത്ത ആരാ ഉള്ളത്? ഹല്ലേലൂയ. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഏതെങ്കിലും ഒരു താഴ്വരയിൽ കൂടെ പോകാത്ത ആരാ ഉള്ളത്? ആരോടും പങ്കുവയ്ക്കാത്ത, ആരോടും പറയാത്ത ഹൃദയവേദന നിന്റെ ഉള്ളിൽ തളം കെട്ടി, ഞാൻ ഈ ദുഃഖം ആരോട് പങ്കുവയ്ക്കുമെന്ന് പറഞ്ഞ് നീ ഉറങ്ങുമ്പോൾ നീ അറിയാതെ നിന്റെ കടക്കണ്ണിലൂടെ ഒഴുകുന്ന കണ്ണുനീരുകൊണ്ട് നിന്റെ തലകണ നനഞ്ഞപ്പോൾ നീ ഒരു താഴ്വരയിലായിരുന്നു. അപ്പോൾ നിന്റെ ആ ജീവിതത്തിന്റെ താഴ്വരയിലേക്ക് ഇറങ്ങി വന്ന ആ കർത്താവിനെ ആണ് നമ്മുടെ ജീവിതത്തിൽ രക്ഷകനായി നമ്മൾ അംഗീകരിച്ചത്. സുഖസമൃദ്ധിയിലല്ല നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടിയത്, ജീവിതത്തിന്റെ സന്തോഷവേളയിലല്ല നമ്മൾ കണ്ടുമുട്ടിയത്. വേദനയുടെ താഴ്വരകളിൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ, ആരുമില്ലെന്ന തോന്നൽ നിന്നെ ഭരിച്ചപ്പോൾ, ആത്മഹത്യ ചെയ്താൽ മതിയെന്ന് നീ മനസ്സിൽ ചിന്തിച്ചപ്പോൾ, ഇനി എന്തിന് ജീവിക്കണമെന്ന് പറഞ്ഞ്, ജീവിതം ഒരു പരാജയമെന്ന് പറഞ്ഞ് നീ നാട് വിട്ടു പോകാൻ തീരുമാനിച്ചപ്പോൾ, എല്ലാവരും നിന്നെ ഉപേക്ഷിച്ച സന്ദർഭത്തിലോ ആ താഴ്വരയിലേക്ക്, ആ വേദനയിലേക്ക് ഇറങ്ങി വന്ന എന്റെ ദൈവം. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രി കെ എബ്രഹാമാണ് വരുന്നത്. ശക്തമായ ചില ദൂതുകൾ കേൾക്കണം എന്നാഗ്രഹിച്ച് വന്നവരുണ്ട്. നിങ്ങൾ നിരാശപ്പെടില്ല. നാം പലപ്പോഴും ചിന്തിക്കുന്ന പല കാര്യങ്ങളും ആമേൻ വേദനയ്ക്കുള്ളതല്ല, അത് ദുഃഖത്തിനുള്ളതല്ല. നമ്മുടെ താഴ്വരകളെല്ലാം കർത്താവ് അനുഗ്രഹത്തിൻ്റെ വഴികളാക്കി മാറ്റും. ഇനി ഞാൻ പറയുന്ന 2-3 താഴ്വരകൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. അതൊക്കെ നമ്മൾ കടന്നുപോയതാ. ഇന്ന് യോഗം കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പം നിങ്ങൾ പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു കാര്യം ഞാൻ പറയാം. സഹോദരി, ആ പറഞ്ഞ താഴ്വരയില്ലേ, അതെൻ്റെ താഴ്വരയായിരുന്നു, അതെൻ്റെ ജീവിതത്തിൻ്റെ താഴ്വരയായിരുന്നു. ആ പറഞ്ഞ താഴ്വരയില്ലേ, അതെൻ്റെ ജീവിതത്തിൻ്റെ താഴ്വരയായിരുന്നു. ഇന്ന് രാത്രി നിങ്ങൾ പറഞ്ഞുകൊണ്ട് പോകും. ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾ വായിക്കേണ്ട, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. വായിക്കാം. ഉൽപ്പത്തി 37:14 വാക്യം. അവൻ അവനോട്, നീ ചെന്ന് നിന്റെ സഹോദരന്മാർക്ക് യാക്കോബ് തന്റെ മകനായ ജോസഫിനോട് പറഞ്ഞു, നീ ചെന്ന് നിന്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ ആടുകൾ നന്നായിരിക്കുന്നുവോ എന്ന് നോക്കി. ഇത് രണ്ടും നോക്കണം കേട്ടോ. നമുക്ക് സുഖം തന്നെയോ എന്ന് നോക്കിയാൽ പോരാ, ആടുകളും നന്നായിരിക്കുന്നോ എന്ന് നോക്കണം. ഹല്ലേലൂയ. ദൈവദാസന്മാരിങ്ങനെ ഓർത്തിരിക്കായിരുന്നു, ഞങ്ങളോടൊന്നുമില്ല എന്നുണ്ടല്ലോ. ഹല്ലേലൂയ. നമുക്കിങ്ങനെ സുഖം തന്നെയോ എന്നിങ്ങനെ നോക്കി ജീവിച്ചാൽ പോരാ, ഇടയ്ക്കൊക്കെ ആടുകളും നന്നായിരിക്കുന്നോ എന്നൊന്ന് നോക്കണം. പ്രൈസ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. വായിച്ചാട്ടെ. യെസ്. അങ്ങനെ വന്ന് വസ്തുത അറിയിക്കണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് അവനെ അയച്ചു. അങ്ങനെ ജോസഫിനെ അയച്ചതാണ് ഹെബ്രോന്റെ താഴ്വര. ഹെബ്രോനാണ് പിന്നെ പ്രശ്നമില്ലല്ലോ. അല്ലേ, ഹെബ്രോൻ എന്ന് പറഞ്ഞാൽ സമം കൂട്ടായ്മ, എന്നാൽ അതിനകത്ത് കുന്നായ്മയുണ്ടെന്ന് ബാക്കി വായിച്ചപ്പോഴാണ് മനസ്സിലായി. ഹല്ലേലൂയ. സ്വന്തം ചേട്ടന്മാർക്ക് അടയും തേൻകട്ടയും പാലടയും പൊതിഞ്ഞ് വലിയ തുകൽ സഞ്ചിക്കകത്ത്, ആമേൻ, തുരുത്തിക്കകത്ത് അവർക്ക് ആവശ്യമുള്ള കുടിക്കാനുള്ള വീഞ്ഞുമൊക്കെ എടുത്ത് ആ കൊച്ചനുജൻ ദർശനം പ്രാപിച്ച കൃപയുള്ളവൻ. അപ്പൻ പറഞ്ഞു, മക്കള് പോയിട്ട് വാ, ചേട്ടന്മാർക്ക് ഇതുകൊണ്ട് കൊടുത്തിട്ട് വാ. അങ്ങനെയാണ് അവൻ ആദ്യമായിട്ട് ആ മേച്ചിൽ സ്ഥലത്തോട്ട് ചെന്നത്.
അവൻ്റെ ഉള്ളിൽ ദർശനമുള്ളതുകൊണ്ട് അവൻ തീരുമാനിച്ചു, ഞാൻ അവിടെ ചെന്നാൽ അവരെന്നെ സ്വീകരിക്കുമെന്ന്. ദർശനമുള്ളവനെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പല സ്ഥലങ്ങളും അവൻ്റെ ജീവിതത്തിൻ്റെ പരാജയത്തിലേക്ക് അവനെ തള്ളിവിടുന്നുവെന്ന് ഈ രാത്രി കേൾക്കണം. ദൈവമക്കൾ അറിയണം, ജോസഫിൻ്റെ പ്രതീക്ഷ എൻ്റെ രക്തബന്ധമല്ലേ, അവരൊരു ദോഷം ചെയ്യത്തില്ലെന്ന. ഇന്ന് രാത്രി നീ ഓർത്തോ, ദർശനമുള്ള നിനക്ക് ദർശനമില്ലാത്തവൻ എന്നും പ്രതികൂലമായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ അകത്ത് ദർശനമുണ്ടെങ്കിലോ നിനക്കൊരു പ്രതികൂലം ഉണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇവരിതെല്ലാം അവൻ ദൂരെ നിന്ന് വരിക. ദൂരെ നിന്ന് വന്നപ്പോഴവർ പറഞ്ഞു, ദാണ്ടെ സ്വപ്നക്കാരൻ വരുന്നുണ്ട്. ഈ ഇരട്ടപ്പേരിട്ട് വിളിക്കുന്നത് നമ്മുടെ ഇടയിലുണ്ട്. ആമേൻ. ജോസഫിന് പിന്നെ സങ്കടമില്ല. എന്നാ സ്വപ്നക്കാരെന്ന് വിളിച്ചാലും പുള്ളിക്ക് സന്തോഷം, കാരണം കണ്ടതല്ലേ പേര്. പിന്നെ സ്വപ്നം കണ്ടവനെ സ്വപ്നക്കാരെന്ന് വിളിച്ചാൽ എന്നാ, അല്ലേലിയ പറയുന്നവനെ അല്ലേലിയക്കാരാന്ന് വിളിച്ചാൽ എന്നാ, ആമേൻ. പെന്തക്കോസിന് അനുഭവമുള്ളവനെ പെന്തക്കോസുകാരെന്ന് വിളിച്ചാൽ എന്നാ കുഴപ്പം? വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിയാൽ കലക്കവെള്ളമല്ല തെളിഞ്ഞ വെള്ളം, വെള്ളത്തിൽ മുങ്ങി എന്ന് പറഞ്ഞാൽ എന്നാ കുഴപ്പം? അത് കേട്ട് സന്തോഷിക്കണം. ഇതെൻ്റെ പേരാ. ചിലർക്ക് ഉപദേശി എന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല. പിന്നെ അങ്ങനെ ഒരു ഉപദേശി, ഇതാരാ ഉപദേശി? ആമേൻ, സ്തോത്രം. ഇതൊന്നും ഫ്രീ ആയിട്ടൊന്നും കിട്ടിയതല്ല. അത് വായിക്കണം. മീകാ പ്രവചനം എടുത്ത് വേഗം എടുത്ത്. മീകാ പ്രവചനം, മലാക്കി പ്രവചനം 2-ാം അധ്യായം 7-ാം വാക്യം. ഉപദേശി എന്നുള്ള പേര് നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് സന്ദർഭവശാലും ഓർത്തുകൊണ്ട് പറയാം. എളുപ്പം നിന്ന് വായിച്ചാൽ അല്ലല്ലോ. മലാക്കി പ്രവചനം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നമുക്ക് എങ്ങനെ ഈ പേര് കിട്ടിയെന്ന് ഒന്ന് വായിച്ച് കേൾപ്പിച്ചേ. പുരോഹിതൻ. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ പുരം സ്വർഗം, ഹിതം ഇഷ്ടം. പുരോഹിതൻ, സ്വർഗത്തിന്റെ ഇഷ്ടം ചെയ്യാൻ ദൈവം തീരുമാനിച്ചവൻ, അതാ പുരോഹിതൻ. സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ. അപ്പൊ പുരോഹിതന്റെ വേറൊരു പേരാണ് ദൈവത്തിന്റെ ദൂതൻ. രണ്ടടുത്ത് വായിച്ചോ. അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു. പുരോഹിതന്റെ വേറൊരു പേരാണ് പരിജ്ഞാനം. ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കണം. അപ്പൊ പുരോഹിതന്റെ വേറൊരു പേരെന്തുവാ? ഉപദേശി. എല്ലാവരും ഒന്ന് സന്തോഷമായിട്ടൊക്കെ ചിരിച്ചൊക്കെ ഇരിക്കെ. പുരോഹിതന്റെ പേരായിരുന്നു ഉപദേശി. അതെങ്ങനെ നമുക്ക് കിട്ടിയത്? അതല്ലേ അറിയണ്ടേ? വായിച്ചോ, ബാക്കി വായിച്ചോ. നിങ്ങളോ എന്ന് പറഞ്ഞ ആര്? അല്ല, പുരോഹിതൻ. പുരോഹിതനോടാ പറയുന്നത്. പുരോഹിതൻ ദൈവത്തിന്റെ ദൂതനാകയാൽ ഉപദേശം സൂക്ഷിക്കണം, പരിജ്ഞാനം സൂക്ഷിക്കണം. എന്നാ നിങ്ങളോ വഴി വിട്ടുമാറി. അതെന്റെ കുഴപ്പമാണ്. ഉപദേശം പറയേണ്ടവര് വഴി വിട്ടുമാറി. പലരെയും ഉപദേശത്താൽ ഇടറുമാറാക്കി. അങ്ങനെ ദൈവം കൊടുത്ത ഉപദേശം പറയാതിരുന്നുകൊണ്ട് പറയുന്ന നമുക്ക് ഉപദേശം ഇത് പേര് കിട്ടി. എത്ര പേർക്ക് മനസ്സിലായി? ഇത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇനിയിപ്പോ എന്തോ ചെയ്യും? ഹല്ലേലൂയ. ഉപദേശം പറയേണ്ടവർ ഉപദേശം പറയാതെ വന്നപ്പോൾ ഉപദേശം പറയാൻ തെരഞ്ഞെടുത്ത നമുക്ക് ഉപദേശി എന്ന് പേര് കിട്ടിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നീ പറയുന്നതാ നിന്റെ പേര്, നീ ചെയ്യുന്നതാ നിന്റെ പേര്, നീ അനുഭവിക്കുന്നതാ നിന്റെ പേര്. അതിൽ ഇന്ന് രാത്രി സന്തോഷിക്ക്. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം ദൈവ പൈതലേ. ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് ദൈവം കൊടുത്ത പേരിനായി സ്തോത്രം. ശ്രദ്ധിക്കണം. പാലടയും തേങ്കട്ടയുമായി എപ്പോഴും താഴ്വരയിൽ നിന്ന ജോസഫിനെ അവർ പൊട്ടക്കിഴക്കിലേക്ക് വലിച്ചെറിഞ്ഞു. മിദ്യാന്യർക്ക് വിറ്റു. പോത്തിഫറിന്റെ ഭവനത്തിലായി. ആ ഭാഗമൊന്നും ഞാൻ കടക്കുന്നില്ല. നിങ്ങൾ ഓർക്കണം, കച്ചവടക്കാർ മരുഭൂമിയിൽ കൂടെ വരുമ്പോൾ അവർ ഒട്ടകപ്പുറത്താണ് വരുന്നത്. കാരവൻസ്. ഒട്ടകപ്പുറത്ത് മരുഭൂമിയിൽ കച്ചവടം ചെയ്യുന്നവർ പേരാണ് കാരവൻസ്. അവർ ഒട്ടകപ്പുറത്താണ് സഞ്ചരിക്കുന്നത്. പക്ഷെ 20 വെള്ളിക്കാശിന് മേടിച്ച ജോസഫിനെ അവർ ഒട്ടകപ്പുറത്ത് കയറ്റിയില്ല. പകരം ഒരു ചങ്ങല ഒട്ടകത്തിന്റെ തോലിൽ കെട്ടി. അതിന് മുകളിൽ ഒരു തോൽ സഞ്ചി കിടപ്പുണ്ട്, ഒരു സീറ്റ് കിടപ്പുണ്ട്. അതിലോട്ട് ചങ്ങല കെട്ടി. എന്നിട്ട് ആ ചങ്ങലയുടെ ഒരറ്റം അടിമയുടെ ശരീരത്ത് കെട്ടി. ആമേൻ. നിങ്ങൾ നോക്കണം, ആ മരുഭൂമിയിലൂടെ ആ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന മധ്യപൂർവേഷ്യയുടെ ആ വലിയ മരുഭൂമിയിൽ കൂടി ഒട്ടകങ്ങൾ നടന്നു പോകുമ്പോൾ നഗ്നപാതനായി മരുഭൂമിയിലൂടെ ചുട്ടുപഴുത്ത മണലിന്റെ പുറത്തൂടെ ചങ്ങലയ്ക്ക് കെട്ടപ്പെട്ടവനായി ഒരു അടിമ നടന്നു പോകുന്നു. അവനാണ് ദർശനം പ്രാപിച്ച ജോസഫ്. ഇന്ന് രാത്രിക്കാലം അനേകർ സുഖസമൃദ്ധിയിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും നിന്റെ ജീവിതത്തിൽ ചുട്ടുപഴുത്ത മണലാണ് കിട്ടിയതെങ്കിൽ പരിഭവിക്കേണ്ട. അകത്ത് ദർശനമുള്ളവനാണോ നീ പോകുന്നത്? ഒരു ഉയർച്ചയിലേക്ക്, ഒരു വിജയത്തിലേക്കാണ്. ആമേൻ, ആമേൻ, ആമേൻ. ശ്രദ്ധിച്ച് കേൾക്കണം.
പൊട്ടക്കിണറ്റിലൂടെ, പോത്തിവന്ന ഭവനത്തിലൂടെ, കാരാഗ്രഹത്തിലൂടെ ജോസഫ് ഇന്ന് അനുഗ്രഹത്തിന്റെ ഒരു ഉറവിടമായി മാറി. എല്ലാവരും ശ്രദ്ധിക്കണം, അവനെ തള്ളിയിട്ട താഴ്വര അത് പരാജയത്തിന്റെ താഴ്വരയല്ല. ആരെങ്കിലും നിന്നെ തള്ളിയിട്ടെങ്കിൽ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചോ? ആരും തള്ളിയിടാത്തതുകൊണ്ടാണ് നീ രക്ഷപ്പെടാതിരിക്കുന്നത്. ഹല്ലേലൂയ. നീ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ഏതെങ്കിലും ഒരു കിണറ്റിലേക്ക് നിന്നെ തള്ളിയിട്ടാൽ നീ ഭാരപ്പെടണ്ട. എന്റെ തമ്പുരാൻ അതിനകത്തു നിന്നെ ഉയർത്താൻ പോകുക. കിണറിന്റെ ആഴമല്ല, പകരം നിന്റെ സ്ഥാനത്തിന്റെ ഉയർച്ച സ്വർഗം കണ്ടിട്ടുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ബസ്സിലൊക്കെ സഞ്ചരിക്കുമ്പം എന്നെ സന്തോഷിപ്പിക്കുന്ന വേറൊരു ചിന്തയാണ്, അത് പറയാതിരിക്കാൻ പറ്റുകയില്ല. ഈ അവസാനം ഈ ജോസഫിൻ്റെ അടുത്ത് ഇവരെല്ലാം കൂടെ ചെല്ലുന്നൊരു രംഗമുണ്ട്. ആമേൻ. സഹോദരി, നീ കർത്താവിനോട് ഇറങ്ങി തിരിച്ച് പ്രാർത്ഥിക്കാൻ ഇറങ്ങിയാൽ കുറേ നാളൊക്കെ ചിലപ്പോൾ കല്യാണക്കുറിയൊന്നും വായിക്കത്തില്ല, കുറച്ച് നാളൊക്കെ ചിലപ്പോൾ വീട്ടിൽ കയറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ ഒടുക്കം ആ പായ വന്നിരിക്കും അവർ. സംശയിക്കണ്ട, ധൈര്യമായിട്ട് വന്നു. തമ്പുരാന്റെ ദർശനമാണ് കണ്ടതെങ്കിൽ, അത് ദൈവമാണ് കാണിച്ചതെങ്കിൽ, നീ ഇരിക്കുന്ന പായൽ നിന്നെ എതിർക്കുന്നവരെ ഇരുത്തുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇന്ന് രാത്രി, കടശി രാത്രിയിൽ വിശ്വാസത്തിന്റെ ഉറപ്പ്, നീ വിശ്വാസത്തിന്റെ ഉറപ്പ് പ്രാപിച്ച് വേണം പോകാൻ. നീ രണ്ട് മനസ്സാകരുത്, ഇരു മനസ്സിനാൽ നീ ഇന്ന് രാത്രികാലം ഭാരപ്പെടാൻ പാടില്ല. നീ പിടിച്ച വിശ്വാസം ശരിയാ, നീ ഇറങ്ങിയത് ശരിയാ, നീ അനുഭവിച്ചത് ശരിയാ, അതിൽ നിന്ന് പുറകോട്ട് പോകരുത്. എന്റെ ദൈവം നിന്നോട് കൂടെ ഉണ്ട്. സ്തോത്രം, സ്തോത്രം. ഞാൻ ഇറങ്ങി തിരിച്ചാൽ, ഞാൻ തമ്പുരാനെ കണ്ടുമുട്ടിയാൽ എന്തായി തീരുമെന്നാണോ നിന്റെ ഭാരം? നോ, ഭാരപ്പെടണ്ട. ഇന്ന് രാത്രി തമ്പുരാൻ എന്നെ അയച്ചത് ആ ദൂത് പറയാനാ. എൻ്റെ കർത്താവ് ഉള്ളിൽ വന്നതുകൊണ്ട് ലോകം മുഴുവൻ എതിരായി മാറിയാലും എൻ്റെ കർത്താവാണ് ഉള്ളിലിരിക്കുന്നതെങ്കിൽ ബാക്കി ചെയ്യാൻ എൻ്റെ ദൈവത്തിനറിയാം. അതിനുവേണ്ടി നീ ഭാരപ്പെടേണ്ട ആവശ്യം വരിക. മാതാവേ, പിതാവേ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതിനുവേണ്ടി നീ ഭാരപ്പെടേണ്ട, എൻ്റെ ദൈവം ബാക്കി ചെയ്യും. എന്നെ ചിന്തിപ്പിച്ചൊരു ചിന്ത, അവസാനം ഇവരെല്ലാവരും കൂടി ഇരുന്ന് ഒരു ഡൈനിങ് ടേബിളിൽ ചുറ്റും വരുന്ന ഇങ്ങനെ ഭക്ഷണം കഴിക്കാം. ബെന്യാമിനുണ്ട്, രൂപേനുണ്ട്, യഹൂദയുണ്ട്, ദാനുണ്ട്, എല്ലാവരും കൂടി ഇവിടെ ജോസഫ് ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു പൊട്ടിച്ചിരിച്ച് എന്നാലും എൻ്റെ ജോസഫ്, ഞങ്ങളിങ്ങനൊന്നും ഓർത്തില്ല, എന്തുമായിരുന്നു, എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളിത് ആകെ അങ്ങ് വിഷമിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ജോസഫ് ഇങ്ങനെ പറഞ്ഞെന്ന് ചിന്തിക്കുക, ഞാനിവിടെ വന്നത് നന്നായി, ഞാനിവിടെ വന്നത് നന്നായി. ഉടനെ രൂപയും പറയാ, എന്തോ വന്നെന്ന്, ഞാൻ തള്ളിയിട്ടില്ലായിരുന്നെ കാണാമായിരുന്നു. ഇപ്പൊ ഒന്നാം സ്ഥാനം ആർക്കാന്നറിയാം? സഭയെ നിൽക്കുന്നവനല്ല, തള്ളിയിട്ടവനാ, അവനാ ഇപ്പൊ മെയിൻ ആള്. കർത്താവ് ഇന്ന് രാത്രികാലം ദൂതന്മേൽ ജയമെടുക്കട്ടെ. അല്ലല്ലോ, തള്ളിയിട്ടവൻ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് വരുന്ന ഒരു പദ്ധതി പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രി തെറ്റിപ്പോയി, തള്ളിയിട്ടവനല്ല ഒന്നാം സ്ഥാനം. വിലയ്ക്ക് വിറ്റവനുമല്ല ഒന്നാം സ്ഥാനം. യഹോവ ജോസഫിനോട് കൂടെ ഇരുന്നു. എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ജോസഫിന്റെ വസ്ത്രം അവർ വലിച്ചു കീറി. ശ്രദ്ധിച്ചു കേൾക്കണം, ആരാധിക്കുന്നതിന് മുമ്പ് ദൂത് കേട്ടിട്ട് വേണം. ജോസഫിന്റെ വസ്ത്രം അവർ വലിച്ചു കീറി. ജോസഫ് ഒന്നും മിണ്ടിയില്ല. ജോസഫിനെ അവർ കിണറ്റിലേക്ക് വലിച്ചിട്ടു. ജോസഫ് ഒന്നും മിണ്ടിയില്ല. ജോസഫിനെ മൃഗം കടിച്ചു കീറി എന്ന് പറയാമെന്ന് അവർ ദുരാലോചന ചെയ്ത് ജോസഫ് കേട്ടു. ജോസഫ് ഒന്നും മിണ്ടിയില്ല. അല്ല, ജോസഫിനെ അവർ വിറ്റു. ജോസഫ് ഒന്നും മിണ്ടിയില്ല. ജോസഫിന്റെ വില അവർ വാങ്ങി. ജോസഫ് ഒന്നും മിണ്ടിയില്ല. പോത്തിവന്റെ ഭവനത്തിൽ പ്രതികൂലമുണ്ടായി. ജോസഫ് ഒന്നും മിണ്ടിയില്ല. കാരാഗ്രഹത്തിൽ വെച്ച് പ്രതികൂലമുണ്ടായി. ജോസഫ് ഒന്നും മിണ്ടിയില്ല. പക്ഷെ ജോസഫ് മിണ്ടാതിരുന്നപ്പോൾ ജോസഫിന് വേണ്ടി ദൈവം മിണ്ടാൻ തുടങ്ങി. ജോസഫ് മിണ്ടാതിരുന്നപ്പോൾ ജോസഫിന് വേണ്ടി ദൈവം സംസാരിക്കാൻ തുടങ്ങി. നീ മിണ്ടാതിരുന്നാൽ, പ്രതികൂലത്തിൽ നീ മിണ്ടാതിരുന്നാൽ നിനക്ക് വേണ്ടി ദൈവം സംസാരിക്കാൻ പോകുക. നീ മിണ്ടരുത്, നീ മിണ്ടരുത്, നീ മിണ്ടരുത്. ദൈവം സംസാരിക്കട്ടെ. ആമേൻ, ആമേൻ. ഒരു ചോദ്യത്തിന് രണ്ട് മറുപടിയില്ല, ഒരു മറുപടിയേ ഉള്ളൂ. അത് നിങ്ങൾ പറഞ്ഞാൽ, അത് ഞാൻ പറഞ്ഞാൽ പിന്നെ ദൈവം പറയില്ല. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഹെബ്രോന്റെ താഴ്വര, ജോസഫിനെ തള്ളിയിട്ട താഴ്വര, അത് നാശത്തിന്റെ താഴ്വര അല്ലായിരുന്നു, അത് ജോസഫിന്റെ പ്രമോഷന്റെ താഴ്വരയായിരുന്നു. അടുത്തതിലേക്ക് കടക്കാം. യോശുവയുടെ പുസ്തകം 7-ാം 26-ാം വാക്യം വായിച്ചേ. യോശുവ 7:26 വേഗം വായിക്കാം. യെസ്, ആമേൻ. അവന്റെ മേൽ അവർ ഒരു വലിയ കൽക്കുന്ന് കൂട്ടി. അവൻ ആഖാന്റെ മേൽ അവർ ഒരു വലിയ കൽക്കുന്ന് കൂട്ടി. യെസ്, അത് ഇന്ന് വരെ ഇരിക്കുന്നു, അത് ഇന്ന് വരെ ഇരിക്കുന്നു. ഇങ്ങനെ യഹോവയുടെ ഉഗ്രകോപം മാറി, ഇങ്ങനെ യഹോവയുടെ ഉഗ്രകോപം മാറി. അതുകൊണ്ട് ആ സ്ഥലത്തിന് ആഖോർ താഴ്വര എന്ന് ഇന്ന് വരെ പേർ പറഞ്ഞു. ഇന്ന് രാത്രികാലം ഒരു താഴ്വര കൂടെ കേരളത്തിലുണ്ട്, പറയാനുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തെ ദൈവജനം കാണണം, ഒരു താഴ്വരയുണ്ട്. അതേതാണെന്നറിയാമോ? ദൈവത്തിന്റെ നാമത്തിന്റെ പേരിൽ കബളിപ്പുമായി
ഇസ്രായേൽ പാളയത്തിനകത്തു നിന്നുകൊണ്ട് പാപം ചെയ്യാമെന്ന് ചില തഴമ്പ് പ്രാപിച്ചവർ നമ്മുടെ ഇടയിൽ ഇല്ലാതില്ല. ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഇല്ലാതില്ല. ആത്മീയമെന്ന കർട്ടൻ ശ്രദ്ധിക്കണേ, ഏത് പാപത്തിനും മറയാക്കാമെന്ന് ആരെങ്കിലും ധരിച്ചെങ്കിൽ നിനക്ക് തെറ്റി. നിന്റെ ചുറ്റും കല്ലുകളുമായി നിൽപ്പുണ്ടൊരു കൂട്ടം. ആഖാനേ, നിനക്ക് മടങ്ങി വരാമെന്ന് രാത്രി. ഒരു കൽക്കൂന മാവേലിക്കരയിൽ ഉണ്ടാകുന്നതിന് മുമ്പായി, ഒരു കൽക്കൂന കേരളത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പായി, ദൈവത്തിന്റെ പേര് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ട് നീ ഒരു കൽക്കൂനായി മാറുന്നതിന് മുമ്പായി ഈ രാത്രി മടങ്ങി വാ. ഈ ഡിവൈൻ ഫെസ്റ്റിവലിന്റെ അവസാന രാത്രി ഒരു ന്യായവിധിയുടെ ദൂത് പറയാതെ തമ്പുരാൻ മടക്കിയനെ അയക്കില്ലെന്ന് പകലനോട് സംസാരിച്ചതാ. ഇനി പാപം ചെയ്യരുത്, ദൈവത്തിന്റെ പേര് പറഞ്ഞ് പാപം ചെയ്യരുത് എഴുതിയിട്ടു. രണ്ടു തരം ആൾക്കാരുണ്ട്, തെറ്റിപ്പോകല്ലേ. ഒന്ന്, ദൈവം ഉപയോഗിക്കുന്നവർ. രണ്ട്, ദൈവത്തെ ഉപയോഗിക്കുന്നവർ. ആമേ. നിന്റെ താൽക്കാലിക നിലനിൽപ്പിന് വേണ്ടി, സാമ്പത്തിക മാർഗങ്ങൾക്ക് വേണ്ടി എന്റെ ദൈവത്തെ നീ ഉപയോഗിച്ചാൽ നീ എവിടെ ഒളിച്ചു വെച്ചാലും അത് മുഴുവൻ നിന്നെ കൊണ്ടെടുപ്പിച്ച, നിന്നെ കൊണ്ട് ചുമപ്പിച്ച ജനമധ്യത്തിലൂടെ നടത്തുന്ന ദൈവമാണ് എന്റെ ദൈവമെന്ന് ഈ രാത്രി നീ അറിയാതെ പോകല്ലേ. ആ ദൂത് അത്രയും പറഞ്ഞ് നിർത്തുകയാ. ഒരു സന്തോഷ വാർത്ത പറയണം. വേദപുസ്തകത്തിൽ പലരും കണ്ടിട്ടില്ലാത്തൊരു വാക്യം കിടപ്പുണ്ട്. ആഗോർ താഴ്വരയിൽ തമ്പുരാൻ ഹല്ലേലൂയ കല്ലെറിഞ്ഞു കൊല്ലുവാൻ വിധിക്കപ്പെട്ട ആഖാൻ. ആ താഴ്വര കുപ്രസിദ്ധിയാ, സുപ്രസിദ്ധിയല്ല. ന്യായവിധി കേൾപ്പിക്കപ്പെട്ടവന്റെ താഴ്വരയാ. അതിൽ നടന്നു പോകുന്നവർ മുഴുവൻ പറയും, അറിയോ ഈ സ്ഥലം, ഈ സ്ഥലം അറിയോ? ഇതാ നമ്മുടെ ആക്കാൻ പാപവും യാഗവും കൂടെ ഒരുമിച്ച് കൊണ്ടാൽ പദ്ധതിയിട്ട് ഹല്ലേലിയായും പറയും, വഴക്കമുണ്ടാക്കും, ഭാര്യ എന്തെങ്കിലും തിരുവത്താഴം എടുക്കും. ആരാ കൈപൊക്കിയാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. പിന്നെ വെറുതെ വിടത്തല്ല തമ്പുരാൻ. ഹല്ലേലൂയ. ഈ ദൂത് പറയാനാണ് ദൈവദാസന്മാരെ എഴുന്നേൽപ്പിച്ചത്. ദുരുപദേശം ദേശത്ത് വ്യാപരിക്കുമ്പോൾ, ദൈവജന ഉപദേശം വിട്ടുപോകുമ്പോൾ, വാഴപ്പിണ്ടി വെട്ടി എരിയുന്ന പോലെ കൊലോസ് ലേഖനത്തിൽ പൗലോസ് ദുരുപദേശത്തിനെതിരെ ആഞ്ഞടിച്ചതുപോലെ അഭിഷക്തന്മാർ എഴുന്നേൽക്കണം. 21-ാം നൂറ്റാണ്ടില് ആരാധനയുടെ പേര് പറഞ്ഞ്, സഭയുടെ പേര് പറഞ്ഞ് ദുരുപദേശങ്ങൾ എഴുന്നേറ്റിട്ടുണ്ട്. അഭിഷക്തന്മാർ അടങ്ങിയിരിക്കരുത്, ദൈവദാസന്മാർ അടങ്ങിയിരിക്കരുത്. എഴുന്നേൽക്ക്, വചനമെന്ന വാളുമാറ്റി എഴുന്നേൽക്ക. വെട്ടി അരിഞ്ഞിട്ട് വാഴപ്പിണ്ടി വെട്ടുന്ന പോലെ ദുരുപദേശത്തിന് വേണ്ടി അല്ല ദൈവം നമ്മെ വിളിച്ചത്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത ദൈവത്തിന്റെ വേലക്കാരനായി, ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കുക. ആമേൻ. ഹോശേയ പ്രവചനം 2:15. ഹല്ലേലൂയ. ഒന്ന് വായിച്ചേ. ഹോശേയ 2:15. അവിടെ നിന്ന് ഞാൻ അവൾക്ക്, എല്ലാവരും ശ്രദ്ധിക്കണം, അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെ പ്രത്യാശയുടെ വാതിലായി, അണ്ടർലൈൻ ചെയ്തോണം, പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയും കൊടുക്കും. ഏത് താഴ്വരയാ? ആഖോർ താഴ്വര. നിങ്ങൾ ഓർക്കണം, ഇത് കുപ്രസിദ്ധിയുടെ താഴ്വരയാ. ഇതെങ്ങനെ പ്രത്യാശയുടെ വാതിലായത്? ആമേൻ. അല്പശാന്തമായിട്ട് ആലോചിച്ചിട്ട് സ്വോത്രം പറയാൻ തുടങ്ങിയാൽ മതി. നമുക്ക് പതുക്കെ തുടങ്ങിയാൽ മതി. ആമേൻ. ആ പ്രതികൂലത്തിന്റെ താഴ്വരയെന്ന്, ഇത് ന്യായവിധിയുടെ താഴ്വരയെന്ന് ലോകം പറഞ്ഞു. എന്നാൽ ഹോശേയ വിളിച്ചു പറഞ്ഞു, പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ഇത് പ്രത്യാശയുടെ വാതിലാക്കുമെന്ന്. മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ. ആമേൻ. ശപിക്കപ്പെട്ട വീടെന്ന് ലോകം മാവേലിക്കരയിൽ നിന്നെ ആക്ഷേപിച്ചെങ്കിൽ, ഇനി ഒരിക്കലും ഈ വീട് നന്നാകത്തില്ലെന്ന് ലോകം പറഞ്ഞെങ്കിൽ, നിന്റെ തലമുറ ഇനി ഒരിക്കലും രക്ഷപ്പെടുകയില്ലെന്ന് ലോകം വിധി പറഞ്ഞതാണെങ്കിൽ, ആ ആഗോർ താഴ്വരയാകുന്ന നിന്റെ വീടിനെ പ്രത്യാശയുടെ വാതിലാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇതൊരു അനുഗ്രഹത്തിന്റെ ദൂത, ഇതൊരു അനുഗ്രഹത്തിന്റെ ദൂത. നിങ്ങളുടെ ഗ്രാമത്തിൽ ദൈവദാസനെ ശപിക്കപ്പെട്ട ചില വീടുകളുണ്ടെങ്കിൽ കയറി ചെല്ല്. പ്രത്യാശയുടെ വാതിലാക്കി ദൈവം തുറക്കാൻ പോകുക. അനേകരെ സ്നാനക്കടവിലേക്ക് ദൈവം ഇറക്കാൻ പോകുക. ഇന്ന് രാത്രി തന്നെ ലോകം നിനക്കെതിരെ വിധി എഴുതിയെങ്കിലോ എന്റെ ദൈവ രേഖ മാറ്റി എഴുതാൻ പോകുക, വിധി മാറ്റി എഴുതാൻ പോകുക. ആമേൻ. ആമേൻ. സ്തോത്രം, സ്തോത്രം. അല്പം വേഗത്തിൽ പോയാൽ മതിയാകും. ആമേൻ. ഹെബ്രോന്റെ താഴ്വര, ഹല്ലേലൂയ, പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ താഴ്വര ഉയരത്തിന്റെ താഴ്വരയാക്കി. ആമേൻ. കുപ്രസിദ്ധിയുടെ താഴ്വര, ശപിക്കപ്പെട്ട താഴ്വര, അതിനെ തമ്പുരാൻ പ്രത്യാശയുടെ വാതിലാക്കി. എനിക്ക് അല്പം വേഗത്തിൽ പോകണം, ചില പ്രധാനപ്പെട്ട ചിന്തകൾ നമുക്ക് പങ്കിടാനുണ്ട്. വായിക്കാം. 1 ശമൂവേൽ 17-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിച്ചോ. വായിച്ചോ. ഫെലിസ്ത്യർ ഇപ്പുറത്ത്, ഫെലിസ്ത്യർ
ഇപ്പുറത്ത്. എല്ലാവരും ശ്രദ്ധിക്കണം. ഫെലിസ്ത്യർ ഇപ്പുറത്ത്, ഒരു മലഞ്ചെരിവിലും ഇസ്രായേല്യർ ദൈവമക്കൾ അപ്പുറത്ത് ഒരു മലഞ്ചെരിവിലും നിന്നു. അതിനെ നടുക്കുണ്ടാകുന്നതിന്റെ പേരാണ് താഴ്വര. ആമേൻ. ശത്രു അപ്പുറത്തെ മലഞ്ചെരിവിൽ, നീ ഇപ്പുറത്തെ മലഞ്ചെരിവിൽ, നടുക്കൊരു താഴ്വര, അതിന്റെ പേരാണ് ഏലാ താഴ്വര. ആമേൻ. 40 ദിവസമായി ശത്രു നിന്നെ വെല്ലുവിളിക്കുന്നു. നീ പറഞ്ഞില്ലേ, ഡോക്ടർമാർ ഡയഗ്നോസ് ചെയ്തു, ഓപ്പറേഷൻ കൂടാതെ ഒരു വിടുതലുണ്ടാകത്തില്ലെന്ന്. ഇതാണ് നിന്നെ ഭയപ്പെടുത്തുന്ന ഗോലിയാത്ത്. ആമേൻ. ആത്മീയമായി ഉയരാൻ നിനക്ക് താല്പര്യമുണ്ട്, പക്ഷെ ജഡചിന്ത നിന്നെ ഭരിക്കുകയാ. ആ ജഡമാണ് 40 ദിവസമായി അല്ല 10 വർഷമായി നിന്റെ മേൽ ഉയർന്നു നിൽക്കുന്ന ഗോലിയാത്ത്. ഇന്ന് രാത്രി താഴ്വരയിൽ ഗോലിയാത്തിന്റെ തല ഛേദിക്കപ്പെടാൻ പോകുകയാ. ഈ ഡിവൈൻ ഫെസ്റ്റിവലിന്റെ പന്തൽ കഴിഞ്ഞ് നീ പുറത്തിറങ്ങുമ്പോൾ നിന്റെ കൈക്കകത്ത് ശത്രുവിന്റെ ശിരസ്സുണ്ടായിരിക്കണം, വെട്ടിയെടുത്ത തല. ഇന്ന് രാത്രി ആത്മാവിന്റെ ശക്തിയോടെ ജനം ആരാധിക്കുക. ഗോലിയാത്ത് ഇന്ന് രാത്രികാലം താഴെ വീഴുകയാ. പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഈ ഏലാ താഴ്വര നാളുകളായി നിന്നെ വെല്ലുവിളിക്കുന്ന, നിന്നെ തകർക്കുമെന്ന്, നിന്നെ മുടിച്ചു കളയുമെന്ന് വാദിക്കുന്ന ഏലാ താഴ്വര ഉയർന്നു നിൽക്കുന്ന ഗോലിയാത്ത് ഇന്ന് രാത്രി തകരപ്പെടാൻ പോവുകയാണ്. ഇന്ന് രാത്രി നീ വിശ്വസിക്കുക, ഇന്ന് രാത്രി വിശ്വസിക്കുക. മന്ത്രവാദ ശക്തികൾ, ക്ഷുദ്രപ്രയോഗത്തിന്റെ ശക്തികൾ കറുപ്പ് ചരടിൽ തകിടുകൾ കെട്ടി നിന്റെ ശരീരത്തിൽ കെട്ടി നീ രക്ഷയാന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുമ്പോൾ ഇന്ന് രാത്രി അത് രക്ഷയല്ല, അത് നിനക്ക് ശിക്ഷയായി മാറാൻ പോവുകയാണ്. അല്ല, മൃഗങ്ങളുടെ തലയെടുത്ത് പാത്രത്തിനകത്ത് വെച്ച് അതിന് പുറത്ത് തുണിയിട്ട് കെട്ടി അതിൽ മന്ത്രങ്ങൾ എഴുതി വീടിന്റെ പരിസരങ്ങളിൽ കുഴിച്ചിട്ട് നിന്നെ മുടിച്ചു കളയുമെന്ന് പറഞ്ഞ നിനക്കെതിരെ മന്ത്രവാദത്തിന്റെ ശക്തി ഉയർത്തിയ ശത്രുവിന്റെ കോട്ടകൾ ഇന്ന് രാത്രി തകരാൻ പോകുക. ഒരു മൃഗത്തിന്റെ തലയും ഒരു മന്ത്രവാദവും നിനക്കെതിരെ ഫലിക്കുകയില്ല. ക്ഷുദ്രപ്രയോഗ ശക്തികൾ നിനക്കെതിരെ ഫലിക്കുകയില്ല. ആഭിചാരം നിനക്കെതിരെ ഫലിക്കുകയില്ല. വിശ്വസിക്കുന്ന ദൈവജനം ഇന്ന് രാത്രി അന്യഭാഷയില് ആത്മാവില് കരങ്ങൾ അടിച്ച് ഈ രാത്രി ആരാധിക്കുക. മന്ത്രവാദ ശക്തികൾ അഴിഞ്ഞു മാറട്ടെ. ദുർഭൂതങ്ങൾ ഈ രാത്രി ഇളകി വിട്ടുപോകട്ടെ. ദുർഭൂത ശക്തികൾ ഇപ്പോൾ ഇളകി വിട്ടുപോകട്ടെ. ആമേൻ. ശ്രദ്ധിക്കണം, ഗോലിയാത്തിന്റെ വലിപ്പമല്ല ദാവീദിന് വിഷയം. ദാവീദ് ഒരു ചോദ്യം ചോദിച്ചു അവിടെ നിന്നവരോട്, ഇവൻ അഗ്രചർമ്മിയാണ്. ആമേൻ. എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഇവൻ ദൈവപക്ഷത്തുള്ളവനല്ലെങ്കിൽ, ഇവൻ ദൈവത്തിന്റെ പക്ഷത്തുള്ളവനല്ലെങ്കിൽ ദൈവവൈതൽ ഒരിക്കലും നിന്നെ ജയിക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അധികാരവും ശക്തിയും തരുന്നു. എന്ത് വാക്യമാണെന്നറിയാമോ? ദൈവം ചെയ്ത അഭിഷക്തന്മാരെല്ലാം ആ വാക്യം റൂട്ട് ലാംഗ്വേജ് വെച്ചുകൊണ്ട് പഠിക്കണം. ഉയരണ എന്ത് വാക്യമത്! അധികാരവും ശക്തിയും കൂടി ഒരുമിച്ചുള്ളവർ ഒറ്റയാളും ഈ ലോകത്തിലില്ല. അതാണ് നമ്മൾ ചിന്തിച്ചിട്ടില്ല അങ്ങനെ. എനിക്ക് പിന്നെ മനസ്സിലായത്, അധികാരമുള്ളവന് ശക്തിയില്ല, ശക്തിയുള്ളവന് കർത്താവ് നമുക്ക് തന്നത് അധികാരവും ശക്തിയും കൂടാ. എനിക്കത് പിന്നെയാണ് മനസ്സിലായത്. ജോർജ് ബുഷിന് അധികാരമുണ്ട്, പക്ഷെ ശക്തിയില്ല. ഒരു കൊച്ചു ചേർക്കാൻ ഒറ്റ ഇടി ഇടിച്ചാൽ ജോർജ് ബുഷ് നാടെ പോകും. അധികാരമുണ്ട് വിളിക്കുക, പക്ഷേ അതിനേക്കാൾ രസമല്ല. ജോർജ് ബുഷിന് അധികാരമുണ്ട്, പക്ഷെ അമേരിക്ക കാലത്ത് നിന്നോണം അതിനപ്പുറത്ത് കാലി ചവിട്ടിയാൽ വിവരം അറിയും. മൻമോഹൻ സിംഗിന് അധികാരമുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിൽ അധികാരമുള്ളൂ. മനസ്സിലായോ? ആമേൻ. പക്ഷെ ഒരു ഉപദേശിക്ക് ലോകം മുഴുവൻ അധികാരമാണ്. ഓ, എന്തുവാ ഇത്! എത്ര പേർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായി? ഒരു ഉപദേശിയുടെ അധികാരം ലോകം മുഴുവനുമാ. ആമേൻ, സ്തോത്രം. അറബി ഭാഷ അറിയാത്തൊരു ഉപദേശി ഭൂത വളക്കി നിൽക്കുമ്പം ഒരു ഭാഷ അറിയണം, പച്ച മലയാളത്തിൽ അത് പറഞ്ഞാൽ മതി. ആ സെക്കൻഡ് ദൈവത്തിന്റെ ആത്മാവിൽ ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. പോയാപ്പനെ വെക്കുന്ന പരിപാടിയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, 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 ഹല്ലേലൂയ, ആമേൻ. ഞാൻ ഇതിന്റെ റൂട്ട് ലാംഗ്വേജ് പഠിച്ചപ്പോൾ അധികാരം എന്നുള്ളതിന് അതോറിറ്റി ഇംഗ്ലീഷ്. ആമേൻ.
അതിൻ്റെ ഗ്രീക്ക് ഭാഷ പഠിച്ചപ്പോൾ എക്സൂസിയ എന്നാണ്. എക്സൂസിയയുടെ ഹീബ്രു ലാംഗ്വേജ് പഠിച്ചപ്പോൾ മെംസാല എന്നാണ്. മെംസാലയുടെ മലയാള പദം അല്ല ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസിൽ പറഞ്ഞാൽ അൺറെസ്ട്രിക്റ്റഡ് സോവറിനിറ്റി ഓഫ് ഓൾമൈറ്റി ഗോഡ് എന്നാണ്. അതിരുകളില്ലാത്ത ദൈവത്തിൻ്റെ അധികാരം. ആമേൻ. ഇനി അത് ഏതാണെന്ന് അറിയണ്ടേ? അതറിയണം നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉള്ളവർ ഇവിടെ വന്നാൽ മെറ്റൽ ഡിറ്റക്ടർ വെച്ച് പരിശോധിച്ചിട്ട് കയറ്റിവിടത്തുള്ളൂ. സ്തോത്രം. എന്നാൽ തമ്പുരാൻ അധികാരം. അയർക്കുന്നങ്കാരൻ ഒരു 6ാം ക്ലാസ് അവൻ ഉപദേശിച്ച് അമേരിക്ക പോയി. തമ്പുരാൻ അയച്ചതാ. 6ാം ക്ലാസ്സേ ഉള്ളൂ. അയർക്കുന്നത്തെ സ്വദേശം പരസ്യവും നടന്ന പുള്ളിയാ. ഒരാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ദൈവദാസം കൊണ്ടുപോയതാ. ഈ കൊണ്ടുപോയ പുള്ളി ഇംഗ്ലീഷ് സഭയിലെ പാസ്റ്ററാണ് അമേരിക്കയിൽ. അങ്ങനെ അയർക്കുന്നങ്കാരൻ ABCD അറിയാത്ത അയർക്കുന്നങ്കാരൻ ഇംഗ്ലീഷ് സഭയിൽ പ്രസംഗിക്കാൻ എഴുതിയിരിക്കുക. അപ്പോൾ ഇംഗ്ലീഷ് അറിയാവുന്ന ഭാഷ മലയാളത്തിൽ ട്രാൻസ്ലേഷൻ വലിയ പ്രസംഗമൊന്നുമില്ല. പക്ഷെ പോയ ഉപദേശിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിലും അധികാരവും ശക്തിയുണ്ട്. ആമേൻ. ഒരു മദാമയ്ക്ക് ഭൂതം ഇളകി. സാധാരണ ഭൂതമല്ല, ഇംഗ്ലീഷ് ഭൂതം. മദാമ അങ്ങോട്ട് ഇളകി കഴിഞ്ഞിട്ട് ഒരു വല്ലാത്ത വാർച്ചും പൂച്ചയൊക്കെ. നമ്മൾ ഇന്ത്യ കേട്ടിട്ടില്ലാത്തൊരു സൈസ്. ഇന്ത്യയിലൊക്കെ വേറൊരു സൈസ് ഭൂതമാണല്ലോ, ഒരുമാതിരി സാൻസ്ക്രിറ്റ് ഭൂതമാണല്ലോ. ആമേൻ. അറിയാം, ശിവശങ്കരന് കറക്റ്റ് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ശിവശങ്കരനെ നോക്കി പറഞ്ഞത്. ഞങ്ങൾ ഒരുമിച്ച് ശിവസുണ്ട്. ഇവിടെ ഒരുമാതിരി സംസ്കൃത ഭൂതമാണ്. പ്രൈസലോ. അതല്ല, പക്ക ഇംഗ്ലീഷ് ഭൂതം. അങ്ങോട്ട് ഇളകി ഉടനെ ഈ അയർക്കുന്നകാരൻ ഉപദേശിച്ചു, സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള യേശു ക്രിസ്തു എനിക്ക് തന്ന അധികാരത്തിൽ ഞാൻ പറയുന്നു, ഭൂതാൻ പോവേ, അവളെ വിട്ടു പോകും. പക്ഷെ ട്രാൻസ്ലേറ്റർ പറഞ്ഞു, സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള യേശു ക്രിസ്തു എനിക്ക് തന്ന അധികാരത്തിൽ. അധികാരം ആരുടെ പോയി? ട്രാൻസ്ലേറ്റർക്ക് പോയി. വല്ല പിടി കിട്ടിയോ നിങ്ങൾക്ക്? ഇതായി ട്രാൻസ്ലേഷൻ ഉള്ള പ്രശ്നം. ഹല്ലേലൂയ. ട്രാൻസ്ലേഷൻ വലിയ പ്രശ്നമാണ്. പണ്ടൊരു സായിപ്പ്, ഇച്ചിരി മലയാളം അറിയാവുന്നൊരു സായിപ്പ് തിരുവനന്തപുരത്ത് പറഞ്ഞു, മെനി ഇയേഴ്സ് ബിഫോർ ഐ ആൻഡ് മൈ വൈഫ് വി വിസിറ്റഡ് കൊടൈക്കനാൽ. ഇവിടെ ട്രാൻസ്ലേറ്റർ പറഞ്ഞു, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ഭാര്യയും കൂടി കൊടൈക്കനാലിൽ പോയിരുന്നു. സായിപ്പിന് ഇച്ചിരി മലയാളം അറിയുന്നത് പറഞ്ഞു, നോട്ട് യുവർ വൈഫ് ബട്ട് മൈ വൈഫ് എന്ന് പറഞ്ഞു. ഉടനെ ഈ ട്രാൻസ്ലേറ്റർ പറഞ്ഞു കേൾക്കണോ, സായിപ്പും എൻ്റെ ഭാര്യയും കൂടി. ആമേൻ. ഉടനെ സായിപ്പ് വീണ്ടും പറഞ്ഞു, നോട്ട് യുവർ വൈഫ് ബട്ട് മൈ വൈഫ് എന്ന് പറഞ്ഞു. ഉടനെ ട്രാൻസ്ലേറ്റർ പറഞ്ഞു, ഞാനും സായിപ്പിന്റെ ഭാര്യയും കൂടെ. വിട്ടില്ല പുള്ളി, മൊത്തം തെറ്റി. ആമേൻ, ആമേൻ, ആമേൻ. കാര്യം പറയാൻ അയർക്കുന്നകാരൻ ഇദ്ദേഹത്തോട് പറഞ്ഞു മാറിയിക്കാൻ പറഞ്ഞു. ട്രാൻസ്ലേറ്ററോട് പറഞ്ഞ് മാറിയിക്കാൻ പറഞ്ഞു. 6ാം ക്ലാസ്സിലെ ഉപദേശി മദാമയുടെ തലയിലോട് കൈവച്ചിട്ട് പച്ച മലയാളത്തിൽ, കോട്ടയം മലയാളത്തിൽ പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇവളെ ബാധിച്ചിരിക്കുന്ന ദുർഭൂതം ഈ സമയത്ത് വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇംഗ്ലീഷ് ഭാഷയും അറിയാത്ത ആ ദൈവദാസന്റെ മേൽ ദൈവം കൊടുത്ത അധികാരത്തിന്റെ ശക്തിയിൽ ആ മദാമയുടെ മേൽ വ്യാപരിച്ച ഭൂതം വിട്ടുപോയി. ഈ അധികാരം ദൈവം നമുക്ക് നൽകിയിരിക്കുക. ഇത് പ്രാപിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ചവർ ഈ രാത്രി ദൈവത്തെ ആരാധിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ചവർ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ഇനി ദൈവമക്കൾ അറിയണം, ഈ അധികാരവും ഈ ശക്തി നമുക്കുണ്ടെന്ന് നമ്മൾ തമ്മി മനസ്സിലാകത്തില്ല. അതാണ് നമുക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം. എന്നാൽ പിശാചിനറിയാം. ആമേൻ. അഭിഷേകമുള്ളവൻ നടന്നു പോയാൽ പിശാചിനറിയാം. ആമേൻ. ഞാൻ മുമ്പോട്ട് പോട്ടെ, സമയമില്ല. സ്തോത്രം. ദൈവകൃപയുള്ള മാവേലിക്കൂടെ നടന്നു പോകുന്നതിന് ഒരു വെളിച്ചമാണ്. ഈ ഡിവൈൻ ഫെസ്റ്റിവൽ മാവേലിക്കര നടക്കുന്നതിൻ്റെ ഐശ്വര്യം മാവേലിക്കരക്കാർ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഞാനൊരു കാര്യം ആത്മാവിൽ പറയാൻ പോവുക. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞൊരു ദൂത, ജനം ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഡിവൈൻ ഫെസ്റ്റിവൽ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ എൻ്റെ യേശുവിൻ്റെ വരവ് താമസിച്ചാൽ ചില വർഷങ്ങൾക്കുള്ളിൽ ഡിവൈൻ ഫെസ്റ്റിവൽ ഇവിടെ നടക്കുമ്പോൾ മാവേലിക്കരയിലെ കടകൾ അടയ്ക്കാൻ പോവുകയാണ്. ഇവിടുത്തെ സിനിമാ തിയേറ്ററുകൾ അടച്ചിടാൻ പോകുന്ന ദിവസങ്ങൾ വരാൻ പോകുന്നു. ഡിവൈൻ ഫെസ്റ്റിവൽ ഇവിടെ നടക്കുമ്പോൾ മാവേലിക്കരയിൽ കടകൾ അടച്ചിട്ട് തിയേറ്ററുകൾ അടച്ചിടാൻ പോകുക, മദ്യഷാപ്പുകൾ അടച്ചിടാൻ പോകുക. അങ്ങനെ ദിവസം വരാൻ പോകുക. എത്ര പേർക്ക് ഇന്ന് രാത്രികാലം വിശ്വാസത്തോടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയും? ഡിവൈൻ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ മാവേലിക്കരയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. ഇത് മാവേലിക്കരയുടെ വിടുതലായി മാറാൻ പോകുക. യേശുവിന്റെ നാമത്തിലോ. ഇത് യഹോവയുടെ അരുളപ്പാട്. ഇത് യഹോവയുടെ അരുളപ്പാട്. ഇത് യഹോവയുടെ അരുളപ്പാട്. അതങ്ങനെ സംഭവിക്കട്ടെ. 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 പറഞ്ഞാട്ടെ, അതങ്ങനെ സംഭവിക്കട്ടെ. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അത് മാവേലിക്കരയിൽ സംഭവിക്കട്ടെ. അത് മാവേലിക്കരയിൽ സംഭവിക്കട്ടെ.
ശക്തമായ ഒരു ദൂത് പറയണം. എൻ്റെ ആത്മീയ ഗുരുക്കന്മാരെ അവിടെ ഇരിക്കുന്നവരെല്ലാം ഹല്ലേലൂയ. അക്ഷരികമായി എന്നെ ഒന്നും പഠിപ്പിച്ചില്ലെങ്കിലും അവരുടെ പ്രായം, അവരുടെ പക്വത, അവരുടെ മുടിയുടെ നിറം എന്ന് പറഞ്ഞാൽ നിറച്ച മുടി, ആമേൻ, ഒക്കെ നിങ്ങളെ എൻ്റെ ആത്മീയ ഗുരുക്കന്മാരായി ഞാൻ അംഗീകരിക്കുന്നു. അടുത്ത താഴ്വരയിലേക്ക് ഇറങ്ങാൻ പോവാ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഉൽപ്പത്തി 14-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിക്കാം. അടുത്ത താഴ്വരയിലേക്ക് ഇറങ്ങിയ അബ്രഹാം തന്റെ വീട്ടിൽ വളർന്ന 318 അഭ്യാസികളെ കൊണ്ട് ചെന്ന് ലോത്തിനെ കുടുംബത്തെ വിടുവിച്ച് യുദ്ധത്തിൽ ജയിച്ച് മടങ്ങി വരുന്ന താഴ്വര രാജ താഴ്വര. ആമേൻ. ശുശ്രൂഷയുള്ളവൻ കർത്താവിന്റെ നാമത്തിൽ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വരുന്ന താഴ്വര രാജ താഴ്വര. ശത്രുവിനെ തോൽപ്പിച്ചിട്ട് വിജയശ്രീ ലാളിതനായി മടങ്ങി വരുന്ന താഴ്വര രാജ താഴ്വര. അവിടെ ഒരാൾ നിന്നെ എതിരേൽക്കും. ആരാന്നല്ലേ? മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ ശാലേമിന്റെ രാജാവ് നിന്നെ കാത്തവിടെ നിൽപ്പുണ്ട്. അല്ല, ഈ രാജ താഴ്വരയിൽ ശാലേം രാജാവ്, സമാധാനത്തിന്റെ രാജാവ് നിന്നെ കാത്തു നിൽപ്പുണ്ട്. ആ ഭാഗം വായിച്ചാൽ മതി. അവിടെ ശാലേം രാജാവായ വായിച്ചോ. രാജാക്കന്മാരെ തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ അതിന്റെ താഴത്തെ ശാലേം രാജാവായ മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. എല്ലാവരും ശ്രദ്ധിക്കണം, വായിച്ചേ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി ശുശ്രൂഷയിൽ വിജയിക്കുന്ന ദൈവവൈതലേ, നിനക്ക് മൽക്കീസദേക്കിന്റെ ഒരു അനുഗ്രഹമുണ്ട്. വായിച്ചോ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ഇതൊരു അരുളപ്പാടാകട്ടെ. ഇന്ന് രാത്രി അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ആമേൻ. സന്തോഷമുള്ളവരാണ് കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. യെസ്. ദൈവദാസനെ, ഈ താഴ്വരയിൽ ഒരു പ്രശ്നമുണ്ട്. ഈ താഴ്വരയിൽ ഇങ്ങനെ സന്തോഷമായിട്ട് നമ്മൾ പോവായിരുന്നു ഇതുവരെ. കഴിഞ്ഞ ഡിസംബർ വരെ അങ്ങനെ പോവായിരുന്നു നമ്മൾ. പക്ഷെ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. വേറൊരു പുള്ളി ഇതേ താഴ്വരയിൽ എഴുന്നേറ്റേക്കുന്നു. വായിച്ചോ. അവന് അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. സോദോം രാജാവ് അബ്രഹാം വേറൊരു പുള്ളി എഴുന്നേറ്റു. സോദോം രാജാവ്. ആ പുള്ളി അപ്പവും മീനുമായിട്ടൊന്നും അല്ല വന്നേക്കുന്നത്. ആവശ്യം പോലെ കാശുമായിട്ട് ഇറങ്ങിയിരിക്കുക പുള്ളി. വായിച്ചോ. ആളുകളെ എനിക്ക് തരിക. ആരെയാ? രക്ഷിക്കപ്പെടുന്ന ആത്മാക്കളെ പുള്ളിക്ക് കൊടുത്താൽ സമ്പത്ത് കാശ് തരാമെന്ന്. ആത്മാക്കളെയും സഭാവോളും വിലയ്ക്ക് വാങ്ങാൻ സോദോം രാജാവ് ഇറങ്ങിയിട്ടുണ്ട്. അമ്മേ, പാസ്റ്റർ സഭ തുടങ്ങിയ എന്തോ കൊടുക്കും ദേവദാസന്മാർക്ക്? 1500 രൂപ വാടക കൂടെ കൊടുക്കാനുണ്ടോ? പിള്ളേർക്ക് നെസ്റ്റ മേടിക്കാൻ തികയത്തില്ല. ഇടാൻ പറ്റുമോ? 5000 കിട്ടും. ഏത്തക്കാപ്പൊടി മേടിച്ച് കൊടുക്കണോ കൊച്ചിന്? കൊച്ചു പിള്ളേർ പിടി തന്നെ വളരുന്ന ഉടുപ്പങ്ങാണ്ട് മേടിച്ചാൽ തികയുമോ? നമുക്കാണെങ്കിൽ 36 മേടിച്ച് ഉടുപ്പ് 66 വരെ ഇടാം. പിള്ളേർക്ക് ഉടുപ്പ് മേടിച്ചാൽ തികയോ? കൊച്ചു പിള്ളേർ ഉടുപ്പിനാണ് എന്നാ വിലയാണ്? ഇതാ ഇപ്പം ചോദിക്കുന്നത് എല്ലാവരും. 4 കാശ് കിട്ടുന്നിടത്ത് പോയി ശുശ്രൂഷിക്കാനും സമ്മതിക്കാനും. സോദാമെങ്കിൽ സോദാവ് എന്തെങ്കിലും ആയിട്ട് വാടക കിട്ടും. 4000 രൂപയും കിട്ടും. പിള്ളേരെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുകയും ചെയ്യും. സന്തോഷമായിട്ട് പോകാൻ സമ്മതിക്കാനും ഓരോന്ന്. ഉപദേശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുക ഓരോന്ന്. സ്തോത്രം സ്തോത്രം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, പാസ്റ്റർ പോകും. പാസ്റ്റർ സന്തോഷമായിട്ട് പോയി ശുശ്രൂഷിക്കും. പുള്ളി പറഞ്ഞുകൊണ്ട് പോയത് എന്നറിയോ? എനിക്ക് എന്നാന്നല്ല ശരി, എനിക്ക് സാമ്പത്തികമൊക്കെ അത്യാവശ്യമുള്ളതുകൊണ്ട് പോവാം. പക്ഷെ ഞാൻ അവിടെ ചെന്ന് കർത്താവിനെ പഠിപ്പിച്ചതുപോലെ നിൽക്കുള്ളൂ. പക്ഷെ പുള്ളി അങ്ങനെ പോയപ്പോഴാണ് ബാക്കി അറിയുന്നത്. വായിച്ചേ. അതിന് അബ്രഹാം സോദോം രാജാവ് അബ്രഹാമിനോട് ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. കാശ് ഞാൻ തരാം. അതിന് അബ്രഹാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കി എന്ന് നീ പറയാതിരിപ്പാൻ ഞാൻ ഒരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ. അപ്പം സോദോം രാജാവ് കാശ് മാത്രമല്ല, കാശ് മേടിക്കുന്നവന് ചരട് കൊടുക്കും. മനസ്സിലായവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാ. ചരടുണ്ടെന്ന് പിന്നെയാ അറിഞ്ഞത്. ആദ്യം വിചാരിച്ച് കാശ് മാത്രമേ ഉള്ളെന്ന്, എന്നാ ചരടുണ്ടെന്ന് പിന്നെയാ അറിഞ്ഞത്. ചിലരതാ ചോദിക്കുന്നേ, നിങ്ങളുടെ കൂടെ വരാൻ ഇഷ്ടമാണ്, പക്ഷെ ഒരു ചരടെങ്കിലും വേണ്ടേ? ആമേൻ ആമേൻ. ചരടൊക്കെ കൊണ്ട് ആള് കൂടും. ഞാൻ ഈയിടെ
പീരുമേട്ടി വരെ പോയിട്ടേ കോട്ടയത്തിന് ബസ്സേ കയറി വരുമായിരുന്നു. കോട്ടയത്ത് അടുക്കാറായി കളത്തിപ്പടിയിലെത്തിയപ്പം റോഡ് സൈഡിൽ കോഴിക്കുഞ്ഞിനെ വിൽക്കും. ചുമ്മാ വെറുതെ ബസ്സിൽ സൈഡിൽ കൂടി നോക്കിയപ്പോൾ പച്ച കോഴിക്കുഞ്ഞ്, ചുവന്ന കോഴിക്കുഞ്ഞ്, മഞ്ഞ കോഴിക്കുഞ്ഞ്, പല കളറ്. ഞാൻ പറഞ്ഞ് ബെല്ലടിക്കാൻ പറഞ്ഞു. കോട്ടയത്തിൽ ഇച്ചിരി കഴിഞ്ഞ് വാങ്ങി ഞാൻ അവിടെ ഇറങ്ങി. പ്രസംഗനല്ലേ, എന്താണെന്നറിയാമല്ലോ, ഈ കളർ കോഴി, അതും കോട്ടയത്ത്. ഞാൻ അവിടെ ഇറങ്ങി ഞാൻ ചോദിച്ചപ്പോൾ തമിഴ്ക്കാരനാണ്. ഞാൻ ചോദിച്ചു ഇതെന്നാന്ന് ചോദിച്ചു. ഇതൊന്ന് കോഴിക്കുഞ്ഞ്. ഞാൻ അണ്ണാച്ചി തന്നെ ഇതിനൊക്കെ നിറവടിച്ചേക്കുന്നത് അത് പരുത്തു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഞാൻ പറഞ്ഞു എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മയും കോഴി വളർത്തിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിലും കുഞ്ഞുണ്ടായിരുന്നു, പക്ഷെ അതിനൊന്നും കളറടിച്ചിട്ടില്ലല്ലോ, പരുത്ത് പിടിച്ചിട്ടില്ലോ. ഉടനെ പുള്ളിയോട് പറഞ്ഞു ആ കോഴിക്കൊക്കെ അപ്പനും അമ്മ ഉണ്ടായിരുന്നല്ലോ, ഇതിനില്ല, ഇത് കരണ്ടിനകത്ത് വിരിഞ്ഞാൽ തന്തയും തള്ളയില്ലാത്ത കളറൊക്കെ അടിച്ചില്ലെങ്കിൽ ഇത് പ്രശ്നമായി പോകും. മനസ്സിലായവർക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്, മനസ്സിലായവർക്കായി ദൈവത്തെ സ്തുതിക്കുക. പരിശുദ്ധാത്മാവിനാലും ദൈവവചനത്താലും വീണ്ടും ജനിച്ചവർക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. കളറടിച്ച് നടക്കുന്ന പദ്ധതിയല്ല. രക്ഷിക്കപ്പെടാത്തതിനെ കണ്ടാൽ അറിയാം, അതിനെ കളറടിച്ചു വിട്ടിരിക്കുകയാ. ആമേൻ, ആമേൻ. ദൈവവചന പ്രകാരം വീണ്ടും ജനിക്കാത്തതൊന്നും ഹല്ലേലൂയ ദൈവത്തിന്റെ അല്ല. ഞാൻ ചോദിച്ചു അണ്ണാച്ചി ഇതിനെ തള്ളക്കോഴിയുടെ ചിറകിൽ വെച്ച് വിരിപ്പിച്ചാൽ പോരെ? ഉടനെ പുള്ളി എന്നോട് ചോദിക്കുക, തമിഴിലാണ് ചോദിച്ചത്, ഞാൻ മലയാളത്തിൽ പറയാം, ഒരു വർഷം ഒരു കോഴി എത്ര പ്രാവശ്യം അടയിരിക്കും? ഞാൻ പറഞ്ഞു 3 പ്രാവശ്യം അല്ലേ 4 പ്രാവശ്യം. 3 4 ഒരു പ്രാവശ്യം ഒരു ചിറകിനകത്ത് എത്ര മുട്ടയിരിക്കും? ഞാൻ പറഞ്ഞു കൂടി വന്നാൽ 15. 15 4 60. അതാ ചിലയിടത്തൊക്കെ തുടങ്ങിയിട്ട് കുറേ നാളായി, ഇപ്പോഴും 60 ഉള്ളൂ. മറ്റേത് 6000 ഉള്ളൂ. ആമേൻ. കരണ്ടിനകത്ത് വിരിഞ്ഞ ആവശ്യം പോലെ വിരിയും, ചുമ്മാ വിരിയല്ലോ. മനസ്സിലായവർക്കായി ദൈവത്തെ വാഴ്ത്തുകയാ. ഇന്ന് രാത്രി സത്യവചനം ഉള്ളിൽ ഗ്രഹിച്ചുകൊണ്ട് തിരുവചനപ്രകാരം ഉപദേശപ്രകാരം കർത്താവിന് വേണ്ടി വീണ്ടും ജനിച്ച ദൈവമക്കൾക്കായി സ്നാനം സത്യമാണ്, രക്ഷ സത്യമാണ്, വേർപാട് സത്യമാണ്, തിരുമേശ സത്യമാണ്, ഉപദേശം സത്യമാണ്. അപ്പോസ്തല ഉപദേശപ്രകാരം പ്രാർത്ഥനയോടെ വിശുദ്ധിയോടെ വേർപെട്ട് ജീവിക്കുന്ന ദൈവമക്കൾക്കായി എന്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇന്ന് രാത്രികാലം ഉപദേശത്തിൽ നിൽക്കുന്നവർ ആത്മാവിൽ ആരാധിക്കട്ടെ, ആത്മാവിൽ ആരാധിക്കട്ടെ. ദൈവവചനം വിട്ട് ഇടത്തോട്ട് വലത്തോട്ട് മാറാതെ തമ്പുരാന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവില് ദൂത് മനസ്സിലായവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കണമേ, ദാവീദ് പറയാണ്, കൂരിരുന്ന് താഴ്വരെ ഞാൻ ഭയപ്പെടുകയല്ല. അതെന്താ? സ്തോത്രം. ആ വിഷയം കൂടെ പറഞ്ഞു നിർത്താം. പിശാച് ഒരു ഭക്തന്റെ പുറകിന് നടക്കുന്നത് നേരെയല്ല. ഞാൻ പലയിടത്തും പറയാതുണ്ട്, ഡോക്ടർക്ക് എവിടാ ജോലി? പറഞ്ഞു, ഉച്ചത്തിൽ പറഞ്ഞ ഉത്തരം. ആശുപത്രി അല്ല, അല്ല. ഒരു വലിയ ആശുപത്രി പണിതിട്ട് അതിനകത്ത് 10 ഡോക്ടറെ അപ്പോയിൻമെന്റ് ചെയ്താൽ അവരെന്തോ ചെയ്യും? ഡോക്ടർക്ക് ജോലി രോഗിയുടെ ശരീരത്തിലാണ്. ആമേൻ. അതുപോലെ പിശാചിന് പണി ഈ നമ്മൾ കാണുന്ന ഈ ബോറ് വെച്ച സഭയിലൊന്നും അല്ല പിശാചിന് പണി. വിശുദ്ധന്റെ ശുശ്രൂഷയല്ല അവന് പണി. ഇതെല്ലാവരും അറിഞ്ഞിരിക്കണം. അവൻ എല്ലാ സഭയിലൊന്നും പോവുകയല്ല, പലതും അവൻ്റെ കസ്റ്റഡിയിലായതുകൊണ്ട് അവൻ്റെ ആളല്ലേ. ആമേൻ. കൃപയുള്ള ദൈവദാസന്മാർ ആത്മാവിൽ വിശുദ്ധിയോടെ ഉപദേശത്തിനു വേണ്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെയാണ് തകർക്കാൻ അവന് പദ്ധതി. സൂക്ഷിച്ചു കൊള്ളണം. ഹല്ലേലൂയ. ബി അലേർട്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി സൂക്ഷിച്ചു കൊള്ളണം. ആമേൻ. ശ്രദ്ധിക്കണേ. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞു, സാത്താൻ താനും അലറുന്ന സിംഹം പോലെ ആര് വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് ചുറ്റി നടക്കുന്നു. ആമേൻ. പിശാച് നടക്കുന്നത് നമ്മൾ നടക്കുന്ന പോലെ ഇങ്ങനല്ല നടക്കുന്നത്. ഒരു വിശുദ്ധന്റെ ചുറ്റും എന്തിനാണെന്നറിയാമോ? ലൂപ്പ് ഹോൾ ഉണ്ടോ എന്നറിയാനാ, കയറാൻ. എന്തെങ്കിലും ജഡത്തിൽ വീഴാത്തവൻ പണത്തിൽ വീഴും, പണത്തിൽ വീഴാത്തവൻ കസേര വീഴും, ഇത് 3-ൽ വീഴാത്തവൻ ഓട്ടിൽ വീഴും. ഹല്ലേലൂയ. ഏതിലെങ്കിലും ഒരെണ്ണത്തിനകത്ത് വീഴുമെന്നറിയാം. അതിനവൻ ഇങ്ങനെ നടക്കുന്ന. സ്തോത്രം. അപ്പൊ കർത്താവിനറിയാം തൻ്റെ ഭക്തനാണ്. പേടിക്കണ്ട. അവൻ വലതുവശത്തോട് വരുമ്പോൾ 23-ാം സങ്കീർത്തനം വീട്ടിൽ പോയി വായിച്ചു. കൂരിൽ താഴ്വ ഞാൻ ഭയപ്പെടുകയില്ല, നിന്റെ വടിയും കോലുമെന്നെ
അപ്പോൾ വലതുവശത്ത് തന്നെ വെച്ചിട്ടുണ്ട് വടി. ഇടതുവശത്തൂടെ വന്നാൽ പേടിക്കേണ്ട, കോല് വെച്ചിട്ടുണ്ട്. വലത്തും ഇടത്തും വടിയും കോലും. ഫ്രണ്ടിൽ കൂടെ നേർക്ക് നേരെ വരും, പേടിക്കേണ്ട. ശത്രുക്കളുടെ മുമ്പാകെ ഞാൻ നിനക്ക് മേശ, ഫ്രണ്ടിൽ മേശ കിടപ്പുണ്ട്. പുറകിൽ കൂടെ വന്നാൽ പേടിക്കേണ്ട, നന്മയും കരുണയും നിന്റെ ആഴ്ചക്കാലമൊക്കെ നിന്നെ. പുറകിൽ നന്മ, മുൻപിൽ മേശ, വലതുവശത്ത് വടി, ഇടതുവശത്ത് കോല്. പിശാച് അടിയന്തര യോഗം കൂടി. ലൂസിഫറിന്റെ നേതൃത്വത്തിൽ ഡിവൈൻ ഫെസ്റ്റിൽ പങ്കെടുത്ത് മടങ്ങിപ്പോകുന്നവരെ തൊടാൻ പറ്റുന്നില്ല. വലതുവശത്ത് വടി, ഇടതുവശത്ത് കോല്, മുൻപിൽ മേശ, പുറകിൽ നന്മ. ഒരു രീതിയിൽ അങ്ങോട്ടോട്ട് കടക്കാൻ പറ്റുന്നില്ല. ഒന്ന് ചോദിച്ചു, നേതാവ് ആരാന്ന് ചോദിച്ചു. വർഗീസ് ബേബിയാന്ന് പറഞ്ഞു. ഉടനെ കുട്ടിപ്പിശാച് പറഞ്ഞു, ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. പുള്ളിക്ക് പൊക്കം കുറവല്ലെന്ന് ചോദിച്ചു. അതെ, ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. പൊക്കം കുറഞ്ഞവനെ പെട്ടെന്ന് താർക്കാം. എന്നാന്നറിയാമോ? ചെറിയ ഏണി മതി. ഒരു കുട്ടിപ്പിശാച് പറഞ്ഞു, മാവേലിക്കരയിൽ വർഗീസ് ബേബിയാണോ? അതെ, ഒരു ചെറിയ ഏണി 2 പേരൂടെ കൂടെ വിടാൻ പറഞ്ഞു. 3 കുട്ടിപ്പിശാച് ഡിവൈൻ ഫെസ്റ്റിന്റെ ലാസ്റ്റ് ദിവസം മണി 9 ആയപ്പോൾ ഏണി സഹിതം ഗ്രൗണ്ടിലെത്തി. ചാരാൻ പറഞ്ഞു, വർഗീസ് ബേബിയുടെ ദേഹത്തോട് ചാരാൻ പറഞ്ഞു. ചാരി കയറാൻ പറഞ്ഞു. ഉച്ചയ്ക്ക് ഇടിച്ച് പൊക്കുക. ഇനി പൊങ്ങി വരില്ല പുള്ളി. ഒന്നാമതേ പൊക്കമില്ല. എന്നെ പോലെ ഞങ്ങളുടെയൊക്കെ കൂട്ട പറഞ്ഞു, ഇടിച്ച് താത്താക്കാൻ പറഞ്ഞു. അങ്ങനെ ഏണി വെച്ച് പിശാച് 3 കൂടെ മുകളിൽ കയറിയപ്പം ഞെട്ടിപ്പോയി. അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കും. ഏണി സഹിതം താഴെ പോയി. ഹല്ലേലൂയ, ഏണി സഹിതം താഴെ പോയി. ഇന്ന് രാത്രികാലം വലതുവശത്ത് വടി, ഇടതുവശത്ത് കോല്, മുൻപിൽ മേശ, പുറകിൽ നന്മ, തലയിൽ അഭിഷേക തൈലം, കീഴെ ശാശ്വത ഭുജം. ഇന്ന് രാത്രികാലം കർത്താവ് നിന്റെ ചുറ്റുമുണ്ട്, നിന്റെ കൂടെയുണ്ട്, നിന്റെ അകത്തുണ്ട്, നിന്റെ ഇരുവശത്തുമുണ്ട്, നിന്റെ മുൻപിലുണ്ട്, നിന്റെ പിൻപിലുണ്ട്, നിന്റെ തീഴെയുണ്ട്, നിന്റെ ശിരസിലുണ്ട്. ഈ രാത്രി ശത്രു നിന്നെ തൊടുകയില്ല. സന്തോഷമായ ദൈവത്തെ സ്തുതിക്കുക. പിശാച് നിന്നെ തൊടുകയില്ല. ഈ താഴ്വരയിൽ ശത്രു നിന്നെ തൊടുകയില്ല. ആമേൻ. ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുകയാണ്. ഒരപേക്ഷ, സമയത്തിന്റെ കാര്യത്തിൽ ഞാൻ വളരെ ക്ലിപ്തതയുള്ള ആളാണ്. ഒരപേക്ഷ, ദയവായിട്ട് ഇന്നത്തെ ശുശ്രൂഷ തീരുന്നവരെ, ആശീർവാദം പറയുന്നവരെ ആരും ഗ്രൗണ്ടിൽ നിന്ന് ദയവായി പോകരുത്. ആമേൻ. എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഇന്ന് രാത്രി വ്യക്തമായി പരിശുദ്ധാത്മാവ് അറിയിക്കുന്നു, ചിലർ യേശുവിൻ്റെ മക്കളായി തീരാൻ പോകുക. നിന്റെ ജീവിതത്തിൻ്റെ താഴ്വര, സഹോദരി, ഇന്ന് നീ കണ്ട താഴ്വര ശാപമാണെന്ന് ലോകം നിന്നോട് പറഞ്ഞെങ്കിൽ, അത് രോഗമാണ്, രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ, ഈ താഴ്വരയിൽ നീ മുൻപോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ, എൻ്റെ കർത്താവ് നിന്നോട് പറയുന്നു, ഞാൻ നിന്നെ ഈ താഴ്വരയിൽ ഉയർത്താൻ പോകുകയാ. ചില നന്മ ഇതുവരെയും നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതാൻ പറ്റിയിട്ടില്ല ദൈവത്തിന്. അങ്ങനെ എഴുതുന്ന രാത്രി ഇന്നാണെങ്കിൽ നിന്റെ അനുഗ്രഹത്തിന്റെ തുടക്കം ഇന്ന് രാത്രിയാ. എനിക്കൊരു നന്മയുടെ ആരംഭം വേണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ ശക്തമായി പ്രാർത്ഥിച്ചുകൊടുന്നാട്ടെ. അനേക കണ്ണുകൾ സാരി തലപ്പ് കൊണ്ട് തുടയ്ക്കുന്ന എനിക്ക് കാണാം. ചുരിദാറിന്റെ ഷാൾ കൊണ്ട് കണ്ണുകൾ തുടയ്ക്കുന്നവരെ എനിക്ക് കാണാം. കരയുന്ന മാതാവേ, കരയുന്ന സഹോദരിയെ, നീ ഒരുപാട് നാളായി ആത്മീയ മണ്ഡലത്തിനകത്ത് വേദനയോടെ നിൽക്കുകയാ. എൻ്റെ കർത്താവ് ഇന്ന് രാത്രി നിന്നെ തൊടും. പലവിധമായ ഭാരങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ നിമിത്തം മുൻപോട്ട് പോകാൻ കഴിയാതെ ഹൃദയഭാരത്തോടെ ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രി യേശു നിന്നെ സ്പർശിക്കുന്ന രാത്രിയാ. ദയവായി ചില മിനിറ്റ് കൂടി ഇരിക്കണമേ, ചില മിനിറ്റ് കൂടെ. ഇന്ന് രാത്രി ഒരു അനുഗ്രഹത്തിന്റെ രാത്രിയാ. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുന്ന രാത്രിയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും വളരെ പ്രാർത്ഥനയോടിരുന്നാട്ടെ. ഒരു നിമിഷം നമ്മുടെ എല്ലാവരുടെ കൈകൾ നമ്മുടെ മുൻപിൽ മലർത്തി പിടിക്കാം. നമ്മുടെ മുൻപിലേക്ക് കണ്ണുകളെല്ലാം അടയ്ക്കാം. ആരും സ്റ്റേജിലേക്ക് നോക്കരുത്. കാൽവറി ക്രൂശിൽ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി എന്റെ പ്രാണനാഥൻ മരണ ഇരുളിന്റെ താഴ്വരയിലേക്ക് മാറ്റപ്പെട്ടു. യേശു വിളിച്ചു, ഏലോഹി ഏലോഹി ലമ്മ ശബക്താനി. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? നമ്മെ ഉയർച്ചയുടെ പടവുകളിലേക്ക് നടത്തുവാൻ മരണയിരുളിന്റെ താഴ്വരകളിലേക്ക് ഒരു നിമിഷം ഇറങ്ങിച്ചെന്ന പ്രാണനാഥൻ, ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്ന രാത്രിയാണ്. നിന്റെ മാതാപിതാക്കൾ ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ടവരായിരിക്കാം. പക്ഷെ യൗവനക്കാരിയായ കൗമാരപ്രായക്കാരിയായ സഹോദരി, നീ ഇതുവരെ യേശുവിനെ ഏറ്റുപറഞ്ഞിട്ടുണ്ടോ? സഹോദര, നിന്റെ ഭവനത്തിൽ മാതാവും പിതാവും ഒരുപക്ഷെ പെന്തക്കോസ്ത് അനുഭവമുള്ളവരായിരിക്കാം. പക്ഷേ ഇന്ന് രാത്രി ഈ പ്രസംഗം മനസ്സിലായെങ്കിൽ എൻ്റെ കർത്താവിനെ അംഗീകരിക്കാൻ നീ പോകരുത്. ഞാൻ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന് വേണ്ടി എൻ്റെ ഹൃദയം സമർപ്പിക്കുന്നു. എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതട്ടെ. ജോസഫിനെ പോലെ ആരെല്ലാം എന്നെ തള്ളിയിട്ടാലും എൻ്റെ കർത്താവിനെ ഉയർച്ചയിലേക്ക് നടത്തുമെന്ന വിശ്വാസത്തോടെ എനിക്ക് ഇന്ന് രാത്രി എൻ്റെ പ്രാണനാഥന് ആവശ്യമുണ്ട്. എൻ്റെ യേശുവിനെ എനിക്ക് വേണം. ഒരു വാക്ക് അഭിഷക്തന്മാർ പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ സ്റ്റേജിൽ ഇരിക്കുന്നവരെല്ലാം എഴുന്നേറ്റ് നിൽക്കാം. ഈ സ്റ്റേജിൽ നിൽക്കുന്ന ദൈവദാസന്മാർ
ഞങ്ങൾ അഭിഷിക്തന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് രാത്രികാലം ഒരു പുതിയ തീരുമാനമെടുത്തവർ ആ കരമൊന്ന് ഉയർത്തി കാണിച്ചാട്ടെ, ആ കരമൊന്ന് ഉയർത്തി കാണിച്ചാട്ടെ. അങ്ങനെയുള്ളവർ ദയവായിട്ട് എഴുന്നേറ്റ് നാട്ടെ, വേഗത്തിൽ എഴുന്നേറ്റ് നാട്ടെ. അങ്ങനെയുള്ളവർ ദയവായിട്ട് എഴുന്നേറ്റ് നാട്ടെ, ആ കരം ഉയർത്തിയവർ എഴുന്നേറ്റ് നാട്ടെ. പരിശുദ്ധാത്മാവിയുടെ ചില പ്രിയപ്പെട്ടവരോട് സംസാരിച്ചു.